ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 32-33 വാക്യങ്ങൾ. The Gospel of Luke, chapter 24, verses 32 and 33. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികയിൽ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ആരാണ് അവർ? എന്താണ് ഇവിടുത്തെ വിഷയം? ഇത് ആരോടാണ് യേശു സംസാരിച്ചത്? 13 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ഈ ചരിത്രം പിടിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അന്ന് തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൂവസ് എന്ന ഗ്രാമത്തിലേക്ക് പോകയിൽ ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവൻ അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലെയോപ്പാവ് എന്ന് പേരുള്ളവൻ, യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രയനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ പുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു, ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. അവനോ ഞങ്ങളെ ഇസ്രായേലിനെ വീണ്ടെടുക്കാനുള്ളവനെന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാൾ ആകുന്നു. മതി, കുറച്ചു നേരം എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഈ മെസ്സേജ് ഒരു പ്രൊഫറ്റിക് വേർഡായിട്ട് കയറി വരും. അന്നേരം പിന്നെ നമുക്ക് ഇതിന്റെ ചരിത്രം പറയാനോ കഥ പറയാനോ ഒന്നും പറ്റുകയില്ല. പ്രൈസ് ലോർഡ്. ഇപ്പോൾ ഒരു കുറച്ചു നേരം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. അന്നു തന്നെ അവരിൽ 2 പേര് യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയിൽ. അപ്പോ ആദ്യം നമുക്ക് നോക്കാം ആരാണ് ഈ 2 പേർ. പൊതുവെ നമ്മൾ പരാമർശിക്കുന്ന ഒരു വാക്കെന്ന് പറയുന്നത്, കർത്താവിൻ്റെ ശിഷ്യന്മാർ 2 പേര് ജെറുസലേമിൽ നിന്ന് എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോയി. പക്ഷേ നമ്മൾ ഈ ശിഷ്യന്മാരെന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ, നമ്മുടെ ചിന്തയിൽ 2 പുരുഷ കഥാപാത്രങ്ങളാണ്. കാരണം 12 അപ്പോസ്തലന്മാരിൽ സ്ത്രീകളില്ലായിരുന്നു. 2 പുരുഷന്മാരാണ്, അല്ലെങ്കിൽ 2 ശിഷ്യന്മാരാണ് എന്നാണ് നമ്മളുടെ അകത്ത് ചിന്ത. പക്ഷേ ഇത് യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്ന കൂട്ടവും കുടുംബവും ആണെങ്കിലും യേശു തിരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരിൽ 2 പേരല്ലായിരുന്നു അവർ. കാരണം അപ്പോസ്തലന്മാരുടെ പേരിനകത്ത് ക്ലെയോപ്പാവ് എന്നൊരു പേര് കാണുന്നില്ല. പ്രൈസ് ദ ലോർഡ്. എന്നാൽ യേശുവിൻ്റെ കൂടെ നിഴൽ പോലെ കൂടെ നിന്നെന്ന് പറഞ്ഞാൽ, ഞാനിത് പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ ശിഷ്യന്മാരെക്കായിലും എന്ന് വേണേൽ പറയാം. ഞാനത് പഠിപ്പിച്ചു വരുമ്പോൾ ചില റെഫറൻസ് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ ഫാമിലി, അപ്പം നിങ്ങൾ ചോദിച്ചു, പക്ഷെ കുറച്ച് നേരം കൊണ്ട് ഫാമിലി എന്ന് പറഞ്ഞാൽ അതൊരു കുടുംബമായിരുന്നോ? യെസ്, അതൊരു കുടുംബമായിരുന്നു. അതിൽ ഒരാളുടെ പേരെ എഴുതിയിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേര് ക്ലെയോപ്പാവ് എന്നാണ്.
അപ്പോൾ ക്ലയോപ്പാവിന്റെ കൂടെ നടക്കുന്ന, തർക്കിക്കുന്ന, വാദിക്കുന്ന, ഒന്നിച്ച് നടക്കുന്ന, ജെറുസലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോകുന്ന രണ്ടാമത്തെ വ്യക്തിത്വം എന്ന് പറയുന്നത് ക്ലയോപ്പാവിന്റെ ഭാര്യയാണ്. അപ്പോൾ ഉടനെ നമുക്ക് കൺഫ്യൂഷനായി. അതിനെന്താണ് തെളിവ്? ക്ലയോപ്പാവിന് ഭാര്യയുണ്ടോ? ഭാര്യ ഉണ്ടെങ്കിൽ ഞങ്ങൾ സമ്മതിക്കാം, ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യ തന്നെ ആയിരിക്കും. അതിനെന്താ തെളിവ്? വായിച്ചോ, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിനെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിന്റെ ഭാര്യയും, ക്ലയോപ്പാവിന്റെ ഭാര്യയല്ല, ഭാര്യ മറിയയും, ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. അപ്പൊ ക്ലയോപ്പാവിന്റെ ഭാര്യയുടെ പേരെല്ലാരും ഒന്ന് പറഞ്ഞേ. മറിയ. അപ്പൊ ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയം, യേശുവിന്റെ അമ്മ മറിയം, മഗ്ദലക്കാരത്തി മറിയം. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ് ജീസസ്. വേദപുസ്തകം പറയുന്നു, യേശുവിന്റെ കുരിശിന്റെ ചുവട് വരെ ഈ സഹോദരി ഉണ്ടായിരുന്നു. അവിടെ ആരില്ല? അവിടെ ശിഷ്യന്മാരില്ല. ശിഷ്യന്മാരിൽ പലരുമില്ല. ശരിക്കും ശിഷ്യന്മാരിൽ പലരും ഒളിവിലാണ്. പേടിച്ച്, യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ച് ഒളിച്ചിരിക്കുകയാണ്. പത്രോസ് തള്ളിപ്പറഞ്ഞ് ആണയിട്ട് പ്രാഗി കൂട്ടത്തിൽ നോടിക്കളഞ്ഞു. യൂദ കെട്ടിഞ്ഞാന്ന് മരിച്ചു. ഹല്ലേലൂയ, ചത്തു. അപ്പൊ ഇങ്ങനെ ഒരു വലിയ അനിശ്ചിതാവസ്ഥ നിൽക്കുമ്പോൾ ഈ കൂടെ നിന്നിട്ട്, കൂടെ നടന്നിട്ട്, നമ്മൾ പറയത്തില്ലേ അവസാനം വരെ കൂടെ നിന്നു. ആര്? ശിഷ്യന്മാരോ? ശിഷ്യന്മാരില്ലായിരുന്നല്ലേ ബ്രദറെ ഞാൻ പറഞ്ഞേ? ശിഷ്യന്മാർ അവസാനം വരെ കൂടെ നിന്നോ? ഗദശമന തോട്ടത്തിൽ വെച്ച് അവരെല്ലാം അവനെ വിട്ട് ഓടിപ്പോയില്ലേ? എന്നാൽ കർത്താവിന്റെ കൂടെ അവസാനം വരെ ആ അമ്മയുടെ കൂടെ, ആ റേഞ്ചിൽ, ആ അമ്മയുടെ കൂടെ അവസാനം വരെ കുരിശിന്റെ ചുവട്ടിൽ ഉണ്ടായിരുന്ന ആളാണ് ക്ലയോപ്പാവിന്റെ ഭാര്യ. ഹല്ലേലൂയ. ഈ ക്ലയോപ്പാ, അപ്പൊ നിങ്ങൾ ചോദിക്കും, പാസ്റ്ററെ അത് കുടുംബമാണെന്നുള്ളതിന്റെ തെളിവ് എന്തുവാ? ഈ പോയ രണ്ടുപേര് ഫാമിലി ആണെന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവ് എന്തുവാ? വെരി സിമ്പിൾ. ഇവര് രണ്ടുപേരോടെ പോകുമ്പോൾ വഴക്കുണ്ടാക്കിക്കൊണ്ടാ പോന്നെ. ആരും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. രണ്ടെണ്ണം കൂടെ പോകുമ്പോൾ തമ്മിൽ തർക്കിച്ചും വാദിച്ചും കൊണ്ടാണ് പോകുന്നത്. ഹല്ലേലൂയ. രണ്ട്, ഇവരുടെ വീടിനോട് അടുക്കാറായപ്പോൾ, ഇവരുടെ വീടെത്താറായപ്പോൾ, അവർക്ക് എമ്മോസിൽ ഒരു വീടുണ്ട്, ആ വീടെത്താറായപ്പോൾ അവർ യേശുവിനോട് പറയുന്നുണ്ട്, സന്ധ്യയായി, സൂര്യൻ അസ്തമിച്ചു, ഇനി രാത്രിയിൽ എങ്ങും പോകണ്ട, നീ ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ വീട്ടിൽ പാർക്ക എന്ന് പറയണമെങ്കിൽ ദാറ്റ് ഈസ് എ ഫാമിലി. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഞാൻ തുടങ്ങുകയാണ് ഇന്നത്തെ മെസ്സേജ്. ഇവർ ജെറുസലേം വിടുകയാണ്. ഇവർ എമ്മൗസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയാണ്. 7 മൈലാണ് ജെറുസലേമിൽ നിന്ന് എമ്മൗസിലേക്ക്. 7 മൈൽ എന്ന് പറയുമ്പോൾ 11 കിലോമീറ്റർ. 11 കിലോമീറ്റർ ദൂരമുണ്ട് ജെറുസലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോകാൻ. ഇവർ പോകുന്നതിന്റെ കാരണം ഇവർ യേശുവിനോട് പറയുന്നുണ്ട്. ക്ലയോപ്പാവ് ഇങ്ങനെ വാടിയ മുഖത്തോടെ നിൽക്കുകയാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരറിയാതെ അവരോടൊപ്പം ചേർന്ന് നടക്കുകയാണ്. രണ്ടുപേരും ഇനി വന്നേ, 2 കർത്തൃദാസന്മാർ ഇന്ന് റെഡിയായി നിൽക്കണം. 2 പേരും ഇവിടെ ഉണ്ടാകണം. നിങ്ങൾ വേണ്ട, എനിക്കൊരു ഫാമിലിയെ വേണം. ഇതിനകത്ത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്. എനി ലീഡേഴ്സ് ഹിയർ? യു കം ഹിയർ മാം. യു കം ബോത്ത് ഓഫ് ദം കം. ക്ലയോപ്പാവും ഭാര്യയും നടന്നു പോകുമ്പോ ബൈബിൾ പറയുന്നു, നിങ്ങൾ ഓരോ വേർഡ്, മോനെ ഈ മീഡിയയിലുള്ളവര് ആ 15-ാമത്തെ വാക്യം കൊച്ചിക്കാർക്ക് വേണ്ടി ഒന്ന് പ്രൊജക്റ്റ് ചെയ്യണം. യേശു അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. യു കം ഹിയർ ബ്രദർ, യു കം ഹിയർ, സ്റ്റാൻഡ് വിത്ത് മീ. യു സ്റ്റേ ഓവർ ദേർ, യു സ്റ്റേ ഓവർ ദേർ, സ്റ്റാൻഡ് വിത്ത് ഓക്കെ. യേശു walk with me. യേശു അവരുടെ കൂടെ നടക്കുകയല്ല,
സി യു walk there. യേശു അവരുടെ കൂടെ നടക്കുകയല്ല, യേശു അവരോട് കൂടെ ചേർന്ന്. You understand? ഈ കൂടെ നടക്കുന്നതും ചേർന്ന് നടക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കൂടെ നടക്കുന്നതും ചേർന്ന് നടക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ചേർന്ന് നടക്കുന്നു, എന്നിട്ട് ചേർന്ന് നടന്നിട്ട് ക്ലെയോപ്പാവിന് പിടി കിട്ടുന്നില്ല ആരാണ് ഈ കൂടെ നടക്കുന്നതെന്ന്. കൊച്ചിയിലുള്ള നിങ്ങളെ പോലെ തന്നെ ക്ലെയോപ്പാവിന് പിടി കിട്ടിയിട്ടില്ല ആരാണ് ഈ കൂടെ നടക്കുന്നത്, കൂടെ നിൽക്കുന്നതെന്ന് പിടി കിട്ടിയിട്ടില്ല. പിടി കിട്ടാത്തത് കൊണ്ട് ക്ലെയോപ്പാവ് ഇങ്ങനെ വാടിയ മുഖത്തോടെ നിൽക്കുമ്പോൾ യേശു ചോദിക്കുന്നു, what happened to you? നിങ്ങളുടെ പ്രശ്നം എന്നാ? നിങ്ങൾ തമ്മിൽ ഈ വാദിക്കുന്ന രണ്ടുപേരും കൂടി, ഭാര്യയും ഭർത്താവും കൂടെ ഈ 8 കിലോമീറ്റർ ആയിട്ട് ഇങ്ങനെ അടിയും വഴക്കുമായിട്ട് പോകുന്ന നിങ്ങളുടെ സബ്ജക്റ്റ് തന്നെ. ഒരു വഴക്കുണ്ടാക്കണമെങ്കിൽ ഒരു സബ്ജക്റ്റ് വേണം, അറിയാമല്ലോ, പറയണ്ടല്ലോ. ഹല്ലേലൂയ. ഒരു സബ്ജക്റ്റ് ഇല്ലാതെ, ഒരു വിഷയമില്ലാതെ നമുക്ക് എന്തെങ്കിലും തർക്കം ഉണ്ടാക്കാൻ എന്തെങ്കിലും ഒരു വിഷയം നമുക്ക് വേണം. ഈ ചില അവരുടെ ആശ നശിച്ചു പോയി. ഡിപ്രഷൻ വരുന്നത്, നിരാശ വരുന്നത് നമ്മുടെ പ്രതീക്ഷ നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ്. നമ്മുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോൾ നാം നിരാശരായി മാറുന്നു. നീ പ്രതീക്ഷിച്ച വിവാഹം നടക്കാതെ വരുമ്പോൾ നിന്നിൽ നിരാശ ഉണ്ടാകുന്നു. നീ പ്രതീക്ഷിച്ച സൗഖ്യം നിനക്ക് ലഭിക്കാതിരിക്കുമ്പോൾ നിന്നിൽ നിരാശ ഉണ്ടാകുന്നു. വിവാഹം കഴിഞ്ഞ് ഞാൻ ഇന്നലെ ഒരു സംഭവം, എന്റെ ജന്മദിനത്തോടുള്ള ബന്ധത്തിൽ ആശംസ അറിയിക്കാൻ കടന്നു വന്ന ഒരു സഹോദരൻ, അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് 7 വർഷം മക്കളില്ലായിരുന്നു. ആ 7 വർഷം മക്കളില്ലാതെ ഇരുന്ന് കൊട്ടാരക്കര ചർച്ചിൽ വന്ന ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോഴാണ് പാസ്റ്റർ ഞങ്ങളെ മുൻപിലേക്ക് വിളിച്ച് പ്രാർത്ഥിച്ചതും ഇന്ന് അവർക്ക് ട്വിൻസിനെ 2 ആമക്കളെ ദൈവം കൊടുത്തു, ഈ കുഞ്ഞുങ്ങളെ ദൈവം ഞങ്ങൾക്ക് തന്നതും. എന്നാൽ ആ സഹോദരൻ എന്നോട് ആ നിമിഷം, അദ്ദേഹം ഈ ലൈവ് കാണുന്നു അല്ലെങ്കിൽ പിന്നത്തേതിൽ കാണും, അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്. അന്ന് ഞങ്ങളുടെ കൂടെ IVF ചെയ്യാൻ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഒരു കുടുംബം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. നിവൃത്തിയില്ലാത്ത മനുഷ്യൻ ലോൺ എടുത്ത് കടം വാങ്ങി ചികിത്സിച്ചു. പക്ഷേ പാസ്റ്ററെ, എൻ്റെ വൈഫ് 4 months കൺസീവ്ഡ് ആയിരിക്കുമ്പോൾ പ്രാർത്ഥനയുടെ അനന്തരഫലമായി ദൈവം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് ആ നിലകളിൽ നിൽക്കുമ്പോൾ ഞാൻ ഒരു സുപ്രഭാതത്തിൽ വാർത്താ പത്രം, മനോരമ പത്രം ഞാൻ തുറന്നു നോക്കുമ്പോൾ പെട്രോൾ ഒഴിച്ച് ഓട്ടോറിക്ഷ ജീവനക്കാരൻ ഓട്ടോറിക്ഷയോടുകൂടെ പെട്രോൾ ഒഴിച്ച് കത്തി വെന്തു മരിച്ച ഒരു വാർത്ത ഞാൻ കണ്ടു. ഞാൻ ആ ഫോട്ടോയിൽ നോക്കുമ്പോൾ എനിക്ക് പരിചയമുള്ള ആളാണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ ഞങ്ങളുടെ കൂടെ ട്രീറ്റ്മെന്റ് നടത്തി 10 വർഷമായി മക്കളില്ലാത്ത ഒരു സഹോദരൻ. 10 വർഷമായി മക്കളില്ലായിരുന്നു. ഒത്തിരി ട്രീറ്റ്മെന്റുകൾ നടത്തി, മക്കളെ കിട്ടിയില്ല. ആ നിരാശയിൽ ആ മനുഷ്യൻ സൂയിസൈഡ് ചെയ്തു. ആത്മഹത്യകളുടെ പിറകിൽ നിരാശകളുണ്ട്. സൂയിസൈഡിങ് ടെൻഡൻസി ഉള്ളവർ ഈ ചർച്ചിൽ ഇവിടെ ഇരിപ്പുണ്ട്. അവരുടെ അകത്ത് ഡിപ്രഷനുണ്ട്, നിരാശയുണ്ട്. ആ നിരാശ അവരുടെ അകത്ത് വന്നതിന്റെ കാരണം അവരാശിച്ചതെന്തോ നടന്നിട്ടില്ല, അവർ പ്രതീക്ഷിച്ചതെന്തോ അവർക്ക് എത്താൻ പറ്റിയിട്ടില്ല, അവർ പ്രതീക്ഷിച്ച ചിലത് അവരുടെ ജീവിതത്തിൽ നടന്നില്ല. ഹല്ലേലൂയ. ക്ലെയോപ്പാവിന്റെ മുഖത്തെ നിരാശയെ കുറിച്ച് ക്ലെയോപ്പ പറയുന്നു, ഞങ്ങൾ അങ്ങനെ ആശിച്ചിരുന്നു, ഞങ്ങൾ പ്രതീക്ഷ വെച്ചിരുന്നു, പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് നടന്നത്. അവൻ മരിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചതല്ല. ഹല്ലേലൂയ. ഇനിയാണ് നിങ്ങളെ കൊണ്ട് 1-2 തവണ ഞാൻ എടുത്തു പറയിപ്പിച്ചതും ഒരു ഡെമോൺസ്ട്രേഷൻ എന്ന വണ്ണം ഞാൻ ഇവിടെ കാണിച്ചതുമായ ആ രംഗത്തിലേക്ക് ഞാൻ വരുന്നത്. എന്തുകൊണ്ട് യേശു അവരോട് ചേർന്ന് നടന്നു? മോനെ, ഞാൻ ഈ വാക്യങ്ങൾ പറയുമ്പോൾ പ്രിയപ്പെട്ടവര് ടെലിവിഷനിൽ ചർച്ചിന് വേണ്ടിയിട്ട് ആ വാക്യങ്ങൾ നോക്കിയെടുത്ത് അത് സ്വിച്ച് ചെയ്യണം. യേശു അവരോട്
ചേർന്ന് നടന്നു. എന്തിനു വേണ്ടി ചേർന്ന് നടന്നു? കൂടെ നടക്കുന്നതും ചേർന്ന് നടക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് കാണിച്ചു. ഞാൻ ഈ ഭാഗത്തൂടെ നടക്കുമ്പോൾ, അവരിവിടെ നടക്കുമ്പോൾ, ഞാനും അവരുടെ കൂടെ തന്നെ നടക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഒരു വിടവുണ്ട്. യേശു അവരുടെ കൂടെ ചേർന്ന് നടന്നു എന്ന് പറഞ്ഞത്, അവരുടെ ജീവിതത്തിൽ നിരാശ അവരെ പിടിച്ചിരിക്കുമ്പോൾ, ഒരു തെറ്റായ തീരുമാനത്തിൽ അവർ നിൽക്കുമ്പോൾ, ഒരു റോങ് ഡിസിഷന്റെ മുൻപിലാണ് അവർ നിൽക്കുന്നത്. കാരണം ഉയർച്ചയുടെ പട്ടണമായ ജെറുസലേം വിട്ട് ഗ്രാമീണ അന്തരീക്ഷത്തിലേക്ക് അവർ യാത്ര ചെയ്യുകയാണ്. ദൈവത്തിന്റെ ആലയം സ്ഥിതി ചെയ്യുന്നത് ജെറുസലേമിലാണ്, എമ്മോസിലല്ല. ആരാധന വിട്ട് അവർ പിന്മാറ്റത്തിലേക്ക് നടക്കുകയാണ്. അവരുടെ വിശ്വാസ ജീവിതം തകർന്നിരിക്കുകയാണ്. അവർ നിരാശരാണ്. അവരുടെ മനസ്സിൽ വളരെ ഇടിവുകൾ സംഭവിച്ചിരിക്കുകയാണ്. കാരണം അവരുടെ എക്സ്പെക്ടേഷൻ ഓപ്പോസിറ്റായി സംഭവിച്ച പല ഇൻസിഡൻസുകളും അവരെ തകർത്തിരിക്കുകയാണ്. ഇന്ന് പകൽ ഞാനിവിടെ വെറുതെ നിന്ന് പ്രസംഗിക്കുകയല്ല. ഐ ആം ടച്ചിങ് യുവർ ലൈഫ് ടുഡേ മോർണിംഗ്. അവരുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി, അവരുടെ പ്രതീക്ഷകൾക്ക് ഓപ്പോസിറ്റായി സംഭവിച്ച സംഭവങ്ങൾ അവരെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോയി. ഏറ്റവും വലിയ ഒരു ചലഞ്ചാണത്. സഭ കേൾക്കുന്നുണ്ടോ? ഏറ്റവും വലിയ ഒരു ചലഞ്ചാണത്. നമ്മുടെ പ്രതീക്ഷകൾക്കൊത്ത് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, നമ്മുടെ ഇഷ്ടങ്ങൾക്കൊത്ത് കാര്യങ്ങൾ സംഭവിക്കാതെ വരുമ്പോൾ, നമ്മൾ പ്രതീക്ഷിച്ചത് ചിലത് പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ല എന്ന് വരുമ്പോൾ, നമ്മൾ ആദ്യം ചെയ്യുന്ന പണി എന്ന് പറയുന്നത് ജെറുസലേം വിടുകയാണ്. ജെറുസലേം വിടുകയാണ്. എന്താണ് ജെറുസലേം? It's a Zion. Jerusalem is the place of worship. Yes. Jerusalem is a place of God's presence. Thank you, Holy Ghost. ദൈവ സാന്നിധ്യത്തെ വിടുകയാണ്, ദൈവത്തെ വിടുകയാണ്. ആരാധനയിൽ നിന്ന് പുറകിലേക്ക് പോവുകയാണ്. പിണക്കങ്ങളും പരിഭവങ്ങളും എല്ലാം ദൈവത്തോട് തീർക്കുകയാണ്. That is very dangerous thing. Hallelujah. That is very dangerous thing. That's a demonic agenda. That's a demonic plan. നിങ്ങൾക്കൊരു സത്യം അറിയോ? ഞാൻ അവസാനം അതിലേക്ക് വരുന്നുണ്ട്. 120 പേർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന കൂട്ടത്തിൽ ഇരിക്കാനുള്ള കുടുംബമാണ് ഈ കുടുംബം. പരിശുദ്ധാത്മാവ് എവിടെയാ വരുന്നേ? പരിശുദ്ധാത്മാവ്, എന്റെ പൊന്ന് സിസ്റ്ററെ, വേദപുസ്തകം വായിച്ചവരേലും പറ, പരിശുദ്ധാത്മാവ് എവിടെയാ വന്നേ? ശിഷ്യന്മാർ എവിടെയാ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നേ? യേശു പറഞ്ഞു, നിങ്ങൾ യെരൂശലേം വിട്ട് വാങ്ങി പോകരുത്. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്ത ഉയരത്തിലെ ശക്തിയെ നിങ്ങൾ അവിടെ സ്വീകരിക്കണം. അപ്പൊ പരിശുദ്ധാത്മാവ് വരുന്നത് ജെറുസലേമിന് 12 കിലോമീറ്റർ 11 കിലോമീറ്റർ അപ്പുറത്തുള്ള എമ്മോസിലല്ല. ഇവർ വാഗ്ദത്തം കേട്ടവരാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമെന്ന് യേശു പറഞ്ഞ പ്രോമിസ് കേട്ട കുടുംബമാണിത്. എന്നാൽ അതെല്ലാവരും മറന്നു, വാഗ്ദത്തം എല്ലാവരും മറന്നു. അവർ അകത്ത് നിരാശ കയറി, അവരുടെ അകത്ത് ഡിപ്രഷൻ ഉണ്ടായി, അവർക്ക് ദൈവത്തോട് ചോദ്യങ്ങളായി. ഈ നിലകളിൽ അവർ ദൈവത്തിൽ നിന്ന് അകന്ന് നടന്നു നീങ്ങുമ്പോൾ യേശു താനും അവരോട് കൂടെ. ഇന്ന് പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ മേലൊരു ദൈവിക വാഗ്ദത്തം ഉണ്ടെങ്കിൽ, നിന്റെ ഡെസ്റ്റിനിയിലേക്ക് നിന്നെ തിരിച്ചു പിടിക്കാൻ, നിന്റെ മേലൊരു ദൈവിക വാഗ്ദത്തം ഉണ്ടെങ്കിൽ, നിന്റെ വാഗ്ദത്തത്തിലേക്ക് നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ ഇന്ന് പകൽ യേശു ഏത് വഴിയും സ്വീകരിക്കുകയാണ്. നിരാശപ്പെട്ട് ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം ചെയ്യണം. നിങ്ങൾ ഇത് സ്വീകരിക്കണം. ഞാൻ ഇന്ന് നോട്ട് വെച്ച് പ്രസംഗിക്കുവല്ല. ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ദൈവം നിങ്ങളോട് സംസാരിച്ചില്ലെങ്കിൽ something is wrong. എനിക്ക് ദൈവത്തോട് ചോദിക്കണം, എന്താ അങ്ങനെ പറ്റിയെന്ന്. സംസാരിച്ച എന്നോട് പറയുകയും വേണം. പരിചയമുള്ളവർ എന്നോട് പറയണം.
പാസ്റ്റർ ദൈവം എന്നോട് സംസാരിച്ചെന്ന്. കാരണം ഞാൻ വലിയൊരു അനുസരണം നടത്തിയിട്ട് അതിനകത്തോട്ട് കയറി വരുന്നത്. എന്റെ പ്രസംഗമെല്ലാം ഞാൻ മാറ്റി വെച്ച് കർത്താവിന്റെ ശബ്ദത്തിലാണ് ഞാൻ നിൽക്കുന്നത്. എന്തുകൊണ്ട് ആരാധനയുടെ ജെറുസലേം വിട്ടു? പിശാചിന്റെ ആദ്യത്തെ പദ്ധതി അവിടെയാ. നമ്മളിത് മനസ്സിലാക്കാതെ പോകുന്ന ഒന്നാണ്. ഇവരുടെ ആശ പോലെ കാര്യം നടക്കാതെ വന്നപ്പോൾ പൈശാചിക മണ്ഡലം പദ്ധതി ഒരുക്കുന്നത്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഈ കുടുംബം കൂടെ കാണരുത്, വാഗ്ദത്തം ഇവരുടെ മേളിൽ വീടരുത്. ഈ ഏലിയാവിന്റെ കൂടെ പ്രവാചക ശിഷ്യന്മാരായി 50-ലധികം ആളുകൾ ഉള്ളതായി ബൈബിൾ പഠിപ്പിക്കുന്നു. അതിൽ നമ്മുടെ വായനയിൽ, നമ്മുടെ റീഡിങ്ങിൽ, വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയതിൽ 51ാമത്തെ സ്റ്റുഡന്റ് ആയിരുന്നു എലീശ. കാരണം 50 പ്രവാചകന്മാരെ യോർദാന്റെ അപ്പുറം നിർത്തിയിട്ടാണ്, ഏലിയാവിന്റെ 50 ശിഷ്യന്മാരെ യോർദാന്റെ അപ്പുറം നിർത്തിയിട്ടാണ് എലീശായെയും കൊണ്ട് യോർദാൻ കടക്കുന്നത്. അത് എലീശായ്ക്ക് ഏലിയാവ് കൊടുത്ത ഇൻവിറ്റേഷൻ ഒന്നും അല്ല, നീയുടെ കൂടെ പോന്നോളാൻ പറഞ്ഞല്ല, വരരുതെന്നാ പറഞ്ഞേ. ഗിൽഗാലിൽ വെച്ച് ഏലിയാവ് എലീശായിട്ട് പറയുന്നുണ്ട്, ഞാൻ ബഥേലിലേക്ക് പോകുകയാണ്, നിങ്ങൾ ആരും എന്റെ കൂടെ വരണ്ട. അപ്പോഴും എലീശ പറഞ്ഞു മറ്റാരും പറയാത്ത വാക്ക്, യജമാനനാണ്, എന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല. ബഥേലിൽ എത്തിയതിനു ശേഷം അടുത്ത സ്ഥലത്തേക്ക് ഏലിയാവ് പോകുമ്പോൾ ഏലിയാവ് തന്റെ ഡിസൈപ്പിൾസിനോട് പറഞ്ഞു, യു നോ നീഡ് ടു കം വിത്ത് മീ, യു സ്റ്റാൻഡ് ദേർ, യു സ്റ്റേ ഓവർ ദേർ, നിങ്ങൾ അവിടെ നിന്നാ മതി. പക്ഷെ എലീശ മാത്രം ഇറങ്ങി വന്ന് പറഞ്ഞു, യജമാനനാണ്, എന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല. അങ്ങനെ അവർ യോർദാന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴാണ് വേദപുസ്തകം പറയുന്നത്, ഏലിയാവ് പറയുന്നു, ഞാൻ യോർദാൻ കടക്കാൻ പോകുകയാണ്, നിങ്ങൾ ആരും എന്നോടൊപ്പം വരണ്ട, എസ്പെഷ്യലി എലീശ, നീ വരണ്ട. എലീശ പറഞ്ഞു, കാലേക്കർ പിടിച്ചു പറയുകയാണ്, യജമാനനാണ്, എന്റെ ജീവനാണ്, ഞാൻ നിന്നെ വിടുകയില്ല. അങ്ങനെ ഏലിയാവ് തന്റെ പുതപ്പെടുത്ത് യോർദാനെ അടിച്ചു. യോർദാൻ രണ്ടായി വിഭാഗിക്കപ്പെട്ടു. ഏലിയാവ് യോർദാൻ കടന്ന് മറുകരയിൽ എത്തി നിൽക്കുമ്പോൾ ഒരു ചോദ്യം എലീശയോട്, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അവൻ പറഞ്ഞു, ഐ നീഡ് ദ ഡബിൾ പോർഷൻ. ജീസസ്, എനിക്ക് സഭയോടൊരു ദൂത് പറയാനുണ്ട്. നിന്റെ വാഗ്ദത്തത്തിൽ നീ എത്തുന്നത് വരെയും നീ പിടിച്ചു നിന്നേ പറ്റത്തുള്ളൂ. നിന്റെ വാഗ്ദത്തത്തിൽ നീ എത്തുന്നത് വരെയും ദൈവം നിനക്ക് വേണ്ടി സെറ്റ് ചെയ്ത നിന്റെ ഡെസ്റ്റിനിക്കകത്ത് നീ കയറുന്നത് വരെയും ഈ യുദ്ധം ഒരു നല്ല യുദ്ധമായി കാണണം. ഇതൊരു തെറ്റായി കാണരുത്. നിന്റെ വാഗ്ദത്തത്തിൽ നീ എത്തുന്നത് വരെ നിന്റെ പ്രാർത്ഥന കുറയരുത്, നിന്റെ വിശ്വാസം പോകരുത്, നിന്റെ ആരാധന കുറയരുത്. നീ ജെറുസലേം വിടരുത്, നീ ചർച്ച് വിട്ട് പോകരുത്, നീ ആരാധന നിർത്തരുത്, നീ വചനധ്യാനം നിർത്തരുത്, നീ പ്രാർത്ഥന നിർത്തരുത്. Listen, this is important. എന്റെ പിണക്കങ്ങളൊന്നും ജെറുസലേമിനോട് തീർക്കരുത്. എന്റെ പരിഭവങ്ങളൊന്നും ആരാധനയിൽ ഞാൻ കാണിക്കരുത്. കാരണം നിന്റെ വാഗ്ദത്തം കിടക്കുന്നത് അവിടെയാണ്. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ വരുമ്പോ ഇസഹാക്ക് ഒരു തീരുമാനം എടുക്കുകയാണ്. അബ്രഹാമിന്റെ കാലത്തുണ്ടായ അതേ ക്ഷാമം ഇസഹാക്കിന്റെ കാലത്തും ഉണ്ടായി.
അപ്പോൾ ഇസഹാക്ക് ഗെരാറിൽ ഫെലിസ്തീന രാജാവായ അബീമേലെക്കിന്റെ അടുക്കലേക്ക് പോകുകയാണ്. എന്നാൽ ബൈബിൾ പറയുന്നു യഹോവ അവന് പ്രത്യക്ഷമായി. ദൂതനെ അയക്കുകയല്ല. അപ്പന്റെ കേസിൽ അപ്പനായ അബ്രഹാമിന്റെ കേസിൽ പലപ്പോഴും ദൈവം ഏഞ്ചൽസിനെയാണ് അയച്ചത്. പക്ഷെ മകന്റെ വിഷയം വന്നപ്പോൾ മകൻ ഒരു തെറ്റായ തീരുമാനം എടുക്കുന്നു. ക്ഷാമം കണ്ടോണ്ട്, സാഹചര്യം കണ്ടോണ്ട്, അവസ്ഥ കണ്ടോണ്ട്, സിറ്റുവേഷൻ കണ്ടോണ്ട് ഒരു റോങ് ഡിസിഷൻ എടുക്കുന്നു. പെട്ടി പാക്ക് ചെയ്തിരിക്കുന്നു, ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നു, സ്ഥലം വിടാൻ, നാട് വിടാൻ സകലതും പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ ദൈവം തന്നെ ഡയറക്റ്റ് അവന്റെ മുൻപിലേക്ക് വരികയാണ്. ഇന്ന് കർത്താവ് എന്നോട് ഇങ്ങനെ പറയാൻ പറയുന്നു, കർത്താവേ എന്നെ ശുശ്രൂഷയിൽ ഉപയോഗിക്കണം, എന്നെ പ്രവചനത്തിൽ ഉപയോഗിക്കണം, എന്നെ കൃപാവരത്തിൽ ഉപയോഗിക്കണം എന്ന് വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ഇതുവരെയും അതിനകത്തൊരു നീക്കുപോക്കില്ലാതെ, പ്രയോജനപ്പെടാൻ കഴിയാതെ കിടക്കുന്ന മനസ്സ് മടുത്തിങ്ങനെ വല്ലാതെ ഡൗൺ ആയിരിക്കുന്ന നിനക്ക് ഒരു എൻകൗണ്ടർ ഉണ്ടാകാൻ പോവുകയാണ്. നിനക്കൊരു എൻകൗണ്ടർ ഉണ്ടാകാൻ പോവുകയാണ്. In the name of Jesus. നിനക്ക് ദൈവത്തിൽ നിന്ന് ഞാൻ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് സ്വപ്നത്തിലൂടെയോ, യാക്കോബിനെ പോലെ സ്വപ്നത്തിലൂടെയോ, ഇസഹാക്കിനെ പോലെ നേരിട്ടോ ദൈവത്തിന്റെ ഒരു വിസിറ്റേഷൻ, ദൈവത്തിന്റെ ഒരു എൻകൗണ്ടർ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുകയാണ്. യാക്കോബ് യാക്കോബ് ഒരു രാത്രിയിൽ ഒരു സ്വപ്നം കാണുകയാണ്. സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവണി. ദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുകയാണ്. ആള് വളരെ നിരാശനാണ്. വീടും നാടും എല്ലാം വിട്ട്, എല്ലാം നഷ്ടപ്പെട്ട്, ഒറ്റപ്പെട്ട്, എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് ഈ മനുഷ്യൻ ഒരു കല്ല് തലയണയായി വെച്ച് ലൂസ് എന്ന സ്ഥലത്ത് ഉറങ്ങുകയാണ്. ഈ സമയത്ത് രാത്രിയിൽ ദൈവത്തിന്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ച യാക്കോബ് കാണുകയാണ്. ആ ഉറക്കം ഉണർന്ന് ജേക്കബ് പറയുന്നു, ഈ സ്ഥലം എത്ര ഭയങ്കരം! വാവ്! ഇത് ദൈവത്തിന്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല. അവൻ ആ സ്ഥലത്തൊരു കല്ല് നാട്ടി. അവൻ എണ്ണ ഒഴിച്ചു, അവൻ പ്രാർത്ഥിച്ചു. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന പേർ വിളിച്ചു. നിന്റെ ലൂസിനെ ഒറ്റ രാത്രി കൊണ്ട് ദൈവം ബഥേലാക്കി മാറ്റി. ഒരൊറ്റ രാത്രി കൊണ്ട് യാക്കോബിന്റെ ജീവിതം തിരിയുകയാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് അവന്റെ ലൈഫ് കംപ്ലീറ്റ് തിരിയുകയാണ്. നിന്റെ ജീവിതത്തിൽ ഒരു തിരിവുണ്ടാകാൻ പോവുകയാണ്. നിന്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായി നിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഇൻസിഡൻസുകൾ എല്ലാം പകുതി വഴിക്ക് നഷ്ടപ്പെട്ട നിന്റെ അനുഭവങ്ങൾ, ഇന്നൊന്നും ചെയ്യുവാൻ കഴിയാതെ നീ സ്റ്റക്കായി നിൽക്കുന്ന ഈ മൊമെന്റിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് യാക്കോബിന്റെ ചരിത്രത്തെ തിരിച്ച ദൈവം നിന്റെ ചരിത്രത്തെ തിരിക്കുകയാണ്.
ഈ മനുഷ്യനോട് ദൈവം പറയുന്നു, നീ ഈജിപ്തിലേക്ക് പോകരുത്. Look at that word. Yes. Where is the media? Genesis chapter 26, verse 2. ഈ ടെലിവിഷനിൽ തന്നെ മാറ്റുവോ? യഹോവ Change it out. അവന് പ്രത്യക്ഷനായി അരുളിച്ചെയ്തെന്തെന്നാൽ, നീ മിസ്രയീമിലേക്ക് പോകരുത്. പോകരുത്. ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്ക, ഈ ദേശത്ത് താമസിക്കാം. ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. നിനക്കും നിന്റെ സന്തതിക്കും ഈ ദേശമൊക്കെയും തരും. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ ചെയ്ത സത്യം നിവർത്തിക്കും. നിന്റെ മേളിൽ വാഗ്ദത്തമുണ്ട്. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിന്നെ അനുഗ്രഹിക്കുമെന്ന്, നിന്റെ സന്തതി അനുഗ്രഹിക്കും. ഞാൻ നിനക്ക് കുറച്ച് പുതിയ വാഗ്ദത്തങ്ങൾ തരികയല്ല. Already you have the promises. Yes. But that promises is pending. Yes. That is not fulfilled. Many things is not fulfilled. അതിൽ പല വാഗ്ദത്തങ്ങളും നടന്നിട്ടില്ല. പക്ഷെ നിന്റെ അപ്പനോട് ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. Yes. പക്ഷെ അത് പലതും പെൻഡിങ് ആണ്. നിന്നോട് ഞാൻ പല പ്രോമിസുകൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ വചനത്തിലൂടെ ഞാൻ നിന്നോട് സംസാരിച്ചിട്ടുണ്ട്. എന്റെ ദാസന്മാരിലൂടെ ഞാൻ നിന്നോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അത് പലതും പെൻഡിങ് ആണ്. പക്ഷെ ഐസാക്ക്, are you ready? Yes, I'm ready. In the name of Jesus. Rasha brakasaras. Yes. Are you ready to receive the pending promises? Yes, I receive it. In the name of Jesus. ഓൾറെഡി നിന്നോട് ഞാൻ പറഞ്ഞ ആ പെൻഡിങ് പ്രോമിസുകളെ സ്വീകരിക്കാൻ നീ റെഡിയാണോ? ഇപ്പോൾ നിനക്ക് ജോലിയില്ല, പക്ഷെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഞാൻ വഴി തുറക്കുമെന്ന്. ഇപ്പോൾ നിനക്ക് സാമ്പത്തിക പ്രശ്നമുണ്ട്, പക്ഷെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഞാൻ മാറ്റുമെന്ന്. ഇപ്പോൾ നിന്റെ ഭർത്താവ് നിന്റെ ഭാര്യ വിശ്വാസത്തിലല്ല, പക്ഷെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ കുടുംബം എന്നിലേക്ക് തിരിയുമെന്ന്. ഇപ്പോൾ നിന്റെ തലമുറ വഴിപിഴച്ച് നടക്കുകയാണ്, പക്ഷെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കുമെന്ന്. ഇപ്പോൾ നീ വിവാഹിതനല്ല, വിവാഹിതയല്ല, പക്ഷെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു വാഗ്ദത്ത ഭർത്താവിനെ, ഒരു വാഗ്ദത്ത ഭാര്യയെ ഞാൻ നിനക്ക് തരുമെന്ന്. Some promises is pending, but that promises is going to fulfill in the mighty name of Jesus. വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിവർത്തിക്കും. ഐസക്, ഇസഹാക്ക് ഈജിപ്തിലേക്ക് പോയിരുന്നെങ്കിൽ അവന്റെ പ്രോമിസസ് അവൻ ഒരിക്കലും സ്വീകരിക്കാൻ പറ്റത്തില്ലായിരുന്നു. കാശ്മീരിൽ നിന്ന് പിടിച്ച് വളരേണ്ട ആപ്പിൾ മരം കേരളത്തിൽ പിടിക്കൂല. കേരളത്തിൽ നിൽക്കുന്ന തെങ്ങ് കണ്ടോണ്ട് കാശ്മീരുകാരൻ വന്ന്, ഹിമാലയത്തിൽ താമസിക്കുന്നവൻ വന്ന് ഇവിടുത്തെ തെങ്ങ് കണ്ടോണ്ട് അതിന്റെ ഒരു തൈയുമായിട്ട് പോയി ഹിമാലയത്തിൽ കൊണ്ടുവച്ചാൽ തേങ്ങ ഉണ്ടാകുകയില്ല. ദൈവത്തിന് ചിലതിനെ പിടിപ്പിക്കാൻ ചില സ്ഥലങ്ങളുണ്ട്. ആരോടോ കർത്താവ് പറയുന്നു, നിന്റെ പ്രോമിസിനകത്തുനിന്ന് നീ മൂവ് ചെയ്യരുത്.
You never move it. Because of the situations. Because of your circumstances. Never, 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 never. Yes. ചെയ്യരുത്. സാഹചര്യത്തെ കണ്ടുകൊണ്ട് തെറ്റായ തീരുമാനങ്ങൾ എടുക്കരുത്. Rakuse ketebo shalingamau. Receive it in the name of Jesus. ഈ കുടുംബം എമ്മൗസിൽ പോയി പാർത്തിരുന്നെങ്കിൽ യേശു അവരുടെ കൂടെ ചേർന്ന് നടക്കാനും 11 കിലോമീറ്റർ ദൈവപുത്രൻ ഉയർത്തെഴുന്നേറ്റേണ്ട അന്ന് തന്നെ സകല പ്രോഗ്രാമുകളും മാറ്റിവെച്ച് മറ്റുള്ള സകല പദ്ധതികളും നീക്കിവെച്ച് ഈ കുടുംബത്തിന്റെ കൂടെ നടക്കാനും തയ്യാറായില്ലായിരുന്നെങ്കിൽ 120 പേരെന്ന ആ സംഖ്യ കംപ്ലീറ്റ് ആകത്തില്ലായിരുന്നു. പരിശുദ്ധാത്മാവ് 118 പേരുടെ മേൽ വന്നു എന്ന് നമ്മൾ വായിക്കേണ്ടി വന്നേനെ. ആ 120 പേരിൽ 2 പേരാണ് ഈ കുടുംബം. ഇന്ന് സഭയോട്, എന്നെ കേൾക്കുന്നവരോട്, ഓൺലൈനിൽ കാണുന്നവരോട് ദൈവാത്മ പറയുന്നു, നിന്നെ വാഗ്ദത്തത്തിലെത്തിക്കാൻ എന്റെ യേശു ഏത് റൂട്ടും സ്വീകരിക്കും. Yes, yes, yes. നിന്നെ വാഗ്ദത്തത്തിലെത്തിക്കാൻ നീ അറിയാത്ത വഴികളിലൂടെ ദൈവം നിനക്ക് വേണ്ടി സഞ്ചരിക്കും. നിന്നെ വാഗ്ദത്തത്തിലെത്തിക്കാൻ, നിന്നോട് നിന്റെ തലമുറയോട് പറഞ്ഞതിനെ നിവർത്തിക്കാൻ ദൈവം ആ റൂട്ട് എടുപ്പിക്കും. ബൈബിൾ പറയുന്ന ഒരു സത്യമുണ്ട്. ഇന്ന് ഞാൻ പറയുന്ന ഓരോ വാക്കും ദൈവശബ്ദങ്ങളാണ്. ലൂക്കോസ് 2 എഴുതിയിരിക്കുന്നു, ജെറുസലേമിൽ ശിമയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ നീതിമാനും പരിശുദ്ധാത്മാവുള്ളവനുമായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുൻപേ മരണം കാണുകയില്ലെന്ന് പരിശുദ്ധാത്മാവിൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. ബൈബിൾ വായിച്ചിട്ടില്ലാത്ത ഈ ചർച്ചിൽ ഇരിക്കുന്നവരോട് ഞാൻ പറയാം, യേശുവിനെ കാണുന്നതിന് മുമ്പ് മരിക്കത്തില്ലെന്ന്, മശിഹായെ കാണുന്നതിന് മുമ്പ് മരിക്കത്തില്ലെന്ന് ഈ ശിമയോനോട് പരിശുദ്ധാത്മാവ് എപ്പോഴോ പറഞ്ഞിരുന്നു. യേശുവിനെ പ്രതിഷ്ഠിക്കുവാൻ മറിയയും ജോസഫും ദേവാലയത്തിൽ കയറി വരുമ്പോൾ ഈ ദേവാലയത്തിന്റെ ഏതോ ഭാഗത്തിരുന്ന ശിമയോന്റെ അകത്ത് ആത്മാ പറഞ്ഞു, your promise is coming. Yes. Rasataraya. Hey, I am hearing the sound. Yes. I am hearing the sound today morning. Your promise is coming. Receive it. In the mighty name of Jesus. ശിമയോന്റെ അകത്ത് ശിമയോന് സെൻസ് ചെയ്തു, വൃദ്ധനാണ്. യെസ് ബ്രദർ, വൃദ്ധനാണ്. മുഖം ചുക്കിച്ചുളിഞ്ഞിട്ടുണ്ട്, കണ്ണിന്റെ കാഴ്ച കുറഞ്ഞിട്ടുണ്ട്, വയോധികനാണ്. 100 കണക്കിന് കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠാ ദിനത്തിൽ ജെറുസലേം ടെമ്പിളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ പ്രതിഷ്ഠാ ദിനമാണ്. കടിഞ്ഞൂലായ ആണൊക്കെയും ദൈവത്തിന് വിശുദ്ധമായിരിക്കണമെന്ന ദിനമാണ്. 1 വയസ്സിന് താഴെയുള്ള ഒരുമാതിരിപ്പെട്ട കുഞ്ഞുങ്ങളെ, ആമ്പിള്ളേരെയൊക്കെ കണ്ടാൽ, പ്രത്യേകിച്ച് യഹൂദ നാടുകളിലൊക്കെ ഉള്ള കുഞ്ഞുങ്ങളെ ഒക്കെ കണ്ടാൽ ഏകദേശമൊക്കെ ഒരുപോലിരിക്കും. പ്രത്യേകിച്ച് കണ്ണിന് കാഴ്ചയും കൂടി ഇല്ലെങ്കിൽ ഇത്രയും കുഞ്ഞുങ്ങളുടെ ഇടയിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ടി വരും, ഇതിനകത്ത് യേശു ദൈവപുത്രൻ ഉണ്ടോ, മസായ ഉണ്ടോ? അത് പ്രത്യേകിച്ച് സ്ത്രീകളോട് ചോദിക്കേണ്ടി വരും. കാരണം ശിമയോൻ അറിയാം, ഈ കുഞ്ഞ് പുരുഷന്റെയും സ്ത്രീയുടെ ഇഷ്ടത്താൽ ജനിച്ചതല്ലെന്നും ഇത് ജാതികളുടെ പ്രകാശമാണെന്നും ഇസ്രായേലിന്റെ രക്ഷയാണെന്നും ശിമയോൻ അറിയാം. അതുകൊണ്ട് സീക്രട്ടായിട്ട് ചോദിക്കേണ്ടി വരും. പക്ഷെ ഒരു ചോദ്യവും ഇല്ല, പറച്ചിലുമില്ല. അവൻ ആത്മനിയോഗത്തിൽ
The Gospel of Luke chapter 2. അവൻ ആത്മനിയോഗത്തിൽ ദേവാലയത്തിൽ ചെന്നു. Thank you, Jesus. അവൻ കുഞ്ഞിനെ മീഡിയ പ്ലീസ് the Gospel of Luke chapter 2. അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്ന് യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന് അവൻ ആത്മനിയോഗത്താൽ ദേവാലയത്തിൽ ചെന്നു. ക്രിസ്റ്റി, can you please say that reference? അവർ റെഫറൻസ് കൂടെ പറഞ്ഞു. ബൈബിൾ വായിക്കുന്നവർക്ക് ഇതൊക്കെ പെട്ടെന്ന് കിട്ടത്തുള്ളൂ. ആ പറഞ്ഞ വാക്യം വായിച്ചു. ലൂക്കോസ് 2:27. അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്ന് യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടു ചെന്നപ്പോൾ അവൻ അവനെ കയ്യിൽ ഏന്തി ദൈവത്തെ പുകഴ്ത്തി, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. 32ാമത്തെ വാക്യം ഇങ്ങനെ നിൽക്കണം. ഇങ്ങനെ അവനെ കുറിച്ച് പറഞ്ഞതിൽ താങ്ക് യു സാർ, താങ്ക് യു ഫിനിഷ്. Look at that word. എന്റെ കണ്ണ് കണ്ടല്ലോ, എന്റെ ചെവിയിൽ ഞാൻ കേട്ടത്, വർഷങ്ങൾക്ക് മുമ്പ് കേട്ടത്, മാസങ്ങൾക്ക് മുമ്പ് കേട്ടത്. Come on, yes. എന്റെ കണ്ണ് കണ്ടല്ലോ. Lord, I receive this promise. I receive it. In the name of Jesus. Yes, I receive it. In the name of Jesus Christ. യേശുവിനെ കാണുന്നതിന് മുൻപേ ഒന്ന് മരണം കാണത്തില്ലെന്നൊരു പ്രോമിസ് പുള്ളിയുടെ മേളിലുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ, ഞാൻ നിന്നോട് വാഗ്ദത്തം ചെയ്തതിനെ കാണാതെ, നീ അത് എടുക്കാതെ, നീ അത് തൊടാതെ, നീ അതിൽ സന്തോഷിക്കാതെ, നീ അത് അനുഭവിക്കാതെ നിനക്ക് അങ്ങനൊന്നും പോകാൻ പറ്റുകയില്ല. You don't need to fear. No worries. Hey, I break it all the fear in Jesus' name. Yes. Never. Yes. Never. But you never change your location. Yes. On. Rakasa fratini damashafa. ജെറുസലേം ദേവാലയത്തിൽ ഇരിക്കേണ്ട ശിമയോൻ യെരിഹോവിൽ പോയിരുന്നാൽ കൊച്ചിനെ കാണാൻ പറ്റുകയില്ല. Yes. You never change your location. ദൈവം നിന്നെ ഈ ആലയത്തിൽ കൊണ്ടുവന്നെങ്കിൽ at any situation, at any circumstances, stay here. Yes. Your promises is coming. Yes. Oh, rakasa fere. നിന്നെ ഒരു ദൈവപുരുഷന്റെ കൂടെ ദൈവം കണക്ട് ചെയ്തെങ്കിൽ stay with him. Your promises is coming. Yes. Libra baba baba. Hallelujah. The location is very important. Amen. The right location, the right connection, the right association. That is very, very important in your life, your blessing and your ministry. Yes. That is very important. Rasha Kradubos. Yes. ഹന്ന ഏലി പുരോഹിതനോട് വന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. Priest. പുരോഹിതനെ നിനക്കെന്നെ ഓർമ്മയുണ്ടോ? എലിക്ക് കണ്ണിന് കാഴ്ചക്കുറവാ. എലിയുടെ കണ്ണ് പിടിക്കുന്നില്ല. എന്നാ ഞാൻ പറയാം. ഞാനാണ് ഈ പള്ളിയിൽ എല്ലാ ദിവസവും ഇതന്നെ അവിടെ
കരഞ്ഞും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആള്. എൻ്റെ ലൊക്കേഷൻ ഞാൻ ചേഞ്ച് ചെയ്തില്ല. ഞാൻ ഈ പള്ളിയിലിരുന്ന പ്രാർത്ഥിച്ച വർഷങ്ങൾ. കൊച്ചിനെ കിട്ടാതിരുന്നപ്പോൾ വേറെ പള്ളി പിടിച്ച് ഞാൻ പോയില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ അതേ പള്ളിയിൽ. Yes. Hallelujah. I never changed my location. ഇപ്പൊ അതേ ആലയത്തിൽ ഞാൻ എൻ്റെ കുഞ്ഞുമായി വന്നിരിക്കുകയാണ്. Yes. എന്നിട്ട് ഹന്ന പറഞ്ഞൊരു ഡയലോഗുണ്ട്. അത് ഭയങ്കര ഡയലോഗാണ്. നിനക്കറിയോ, ഈ ബാലനായിട്ടാകുന്നു, കയ്യെ പിടിച്ചേക്ക് കാണാം, ഈ ബാലനായിട്ടാകുന്നു ഞാൻ പ്രാർത്ഥിച്ചത് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ കേട്ടതാണ് ഞാൻ എൻ്റെ കയ്യെ പിടിച്ചേക്കുന്നത്. ശിമയോൻ പറയുന്നു, വാഗ്ദത്തം എൻ്റെ കണ്ണ് കണ്ടല്ലോ. Yes. You are going to see on your own eyes your promises in the mighty name of Jesus. Receive it in the name of Jesus Christ. Oh, la cosma feria. Oh. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചാൽ, are you comfortable this location? Yes. Are you comfortable this place? Are you comfortable? You are blessed. Are you blessed? Yes. Are you okay? Yes. You never change your location. Amen. Yes. La cosma feria, la bolsa. Jesus. Jesus. La secreto bush. Yes, I receive it. ജെറുസലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയ കുടുംബത്തോട് കൂടെ യേശു ചേർന്ന് നടന്നു. നിരാശയുടെ വിടവുകളെ അടച്ചു. I know in my spirit, നിന്റെ അകത്ത് നിരാശകൾ നിൽക്കുന്നു. ശത്രു ബന്ധങ്ങളിൽ വിടവുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. അത് നിങ്ങൾക്കറിയാം, ഞാനിത് പറയുമ്പോൾ അത് നിങ്ങളോടാണെന്ന്. ബന്ധങ്ങളിൽ വിടവുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. കുടുംബജീവിത ബന്ധങ്ങളിൽ, മക്കളുമായിട്ടുള്ള ബന്ധങ്ങളിൽ, സഭയോടുള്ള ബന്ധത്തിൽ, മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ, മറ്റ് ചില മേഖലകളിൽ, ബന്ധങ്ങളിൽ പിശാച് വിടവുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് വാഗ്ദത്തത്തിൽ നീ എത്താതിരിക്കാനും ഒരിക്കലും നിന്റെ ഡെസ്റ്റിനിയിൽ നീ കയറി വരാതിരിക്കാനുമാണ്. പക്ഷേ ഇന്ന് ആ വിടവുള്ളിടത്തേക്ക് യേശു ചേർന്ന് ആ ഗ്യാപ്പുകളെ, ഈ ബന്ധങ്ങൾക്കകത്തുണ്ടായ എല്ലാ വിടവുകളും ഇന്ന് പകൽ അടയുന്നു എന്ന് കർത്താവ് എന്നോട് പറയും. ജീസസ്. ബന്ധങ്ങൾക്കകത്തുണ്ടായ വിടവുകൾ ബന്ധങ്ങളിലെ വിടവുകളെ യേശു അടയ്ക്കുന്നു. ആമേൻ. Related to your family, related to your neighbors, related to your friends, related to your relatives, related to your children, related to your parents, related to your co-workers, related to your husband, related to your wife. ഈ വിടവുകൾ ഉണ്ടാക്കി അതിനകത്ത് കയറി വാഗ്ദത്തത്തിൽ എത്താതിരിക്കാൻ വേറൊരു സ്ഥലത്ത് കൊണ്ട് നിന്നെ സെറ്റ് ചെയ്യുക എന്നുള്ളത് പിശാചിന്റെ പദ്ധതി ആയിരിക്കുമ്പോൾ പിശാചേ അത് നടക്കത്തില്ല. കൂടെ വന്ന് കൂടെ നടന്ന് എനിക്ക് അപ്പം നുറുക്കി തന്ന് കണ്ണ് തുറപ്പിച്ച് എന്നെ എത്തിക്കേണ്ടടുത്ത് തിരിച്ചെത്തിക്കുന്നു. എന്നെ എത്തിക്കേണ്ടടുത്ത് തിരിച്ചെത്തിക്കുന്നു. എനിക്ക് നൽകേണ്ടതിനെ തിരിച്ചു നൽകുന്ന എന്റെ കർത്താവിൽ ഞാൻ വിശ്വസിക്കുകയാണ്. I completely believe in him. I trust in him, Lord. Jesus. അടുത്തിരിക്കുന്നുള്ള പറഞ്ഞാട്ടെ, പിണക്കം യെരൂശലേമിനോട് തീർക്കല്ലേ. പിണക്കം യെരൂശലേമിനോട് തീർക്കരുത്. പിണക്കം യെരൂശലേമിനോട് തീർക്കരുത്. പെട്ടെന്ന് തിരിച്ച് യെരൂശലേമിൽ വന്നോണം. കാരണം നിന്റെ മേളിൽ വീഴാനുള്ള പുതപ്പ് അവിടെയാണ് കിടക്കുന്നത്. Receive it. Mantle is there. In the name of Jesus Christ. Hallelujah. Hallelujah. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നു.
കർത്താവിന് രോഗശാന്തി ശുശ്രൂഷ നടത്താൻ മാത്രമല്ല അറിയാവുന്നേ. ആ യേശു മുഴ മാറ്റുന്ന, കണ്ണ് തുറക്കുന്ന, ചെവി തുറക്കുന്ന, മുടന്തനെ നടത്തുന്ന ആളും വേറെയും ട്രീറ്റ്മെന്റ് ഉണ്ട്. അങ്ങനെയാ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഹോശേയയുടെ പ്രവചന പുസ്തകം 14:4 പറയുന്നുണ്ട്, ഹോശേയ 14:4, ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. എൻ്റെ കോപം അവരെ വിട്ട് മാറിയിരിക്കാൻ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. മുഴ മാത്രമല്ല മാറ്റുന്നേ, ചെവി മാത്രമല്ല സൗഖ്യമാക്കുന്നേ, ക്യാൻസർ മാത്രമല്ല, ഇന്ന് പകൽ ചിലതിന്റെ ഒക്കെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. എമ്മോസിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പലതിനെയും ഇന്ന് കർത്താവ് തിരിച്ചു പിടിച്ച് ജെറുസലേമിലാക്കി യേശുവിന്റെ നാമത്തിൽ കൊണ്ടുവരും. Thank you, Lord Jesus. Thank you, Lord Jesus. Hallelujah. Hallelujah. Jesus' name. Amen. ഞാൻ കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് സിസ്റ്ററെ. മോനെ, ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. യേശുവേ, നീ ഉയർത്തെഴുന്നേറ്റതിന്റെ അന്ന്, same day, that day, ഒരു കുടുംബത്തിന് വേണ്ടി, ഒരു ഭാര്യയ്ക്കും ഒരു ഭർത്താവിനും വേണ്ടി, ഒരു ഫാമിലിക്ക് വേണ്ടി എല്ലാ പ്രോഗ്രാമും മാറ്റിവെച്ചത് ഉയർത്തെഴുന്നേറ്റതിന്റെ അന്ന്. ഒരു 10-11 മുറിക്കാത്ത അടച്ചിരിപ്പുണ്ട് അവിടെ. അപ്പോസ്തലന്മാരാണ്, തെരഞ്ഞെടുത്തവരാണ്, അവരുടെ അടുത്ത് പോയിട്ടില്ല. ഫസ്റ്റ് ഡീലാണ്. അതാണ് ക്ലെയോപ്പാവ് പറഞ്ഞത്. അതാണ് ക്ലെയോപ്പാവ് പറഞ്ഞത്. ഇന്നവൻ അടക്കം ചെയ്യപ്പെട്ടിട്ട് 3-ാം നാളാകുന്നല്ലോ. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, നിനക്കെന്താണ് ഈ കുടുംബത്തോട്, ഈ 2 വ്യക്തികളോട്? അവരാണെങ്കിൽ അവരുടെ നേച്ചർ വെച്ച് നോക്കിയിട്ട് അത്ര നല്ല ആൾക്കാരുമല്ല. ഭാര്യയും ഭർത്താവ് അടിയുണ്ടാക്കിക്കൊണ്ടാ പോകുന്നേ. നിനക്കെന്താണ് ഇവരോട് വലിയ താല്പര്യം? യേശു എന്നോട് പറഞ്ഞ വാക്കുണ്ട്. ഇത് കർത്താവ് എന്നോട് പേഴ്സണലി പറഞ്ഞതാ എൻ്റെ വചന ധ്യാനത്തിൽ. മോനെ, നിനക്കറിയോ, എല്ലാവരും എന്നെ വിട്ട് എൻ്റെ പ്രതിസന്ധിയിൽ ഓടി ഒളിച്ചപ്പോഴും ആ കുടുംബം കുരിശിന്റെ ചുവട്ടിലും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഞാൻ അപ്പം വാഴ്ത്തിയപ്പോഴും, അത്ഭുതം നടത്തിയപ്പോഴും, അന്ധന് കാഴ്ച കൊടുത്തപ്പോഴും, ചെകിടന് കേൾവി കൊടുത്തപ്പോഴും, പച്ചവെള്ളം വീഞ്ഞാക്കിയപ്പോഴും മാത്രമല്ല അവര് കൈയടിക്കാനും കരയാനും സ്തോത്രം പറയാനും കൂടെ നിന്നത്. എൻ്റെ കഷ്ടതയിലും എൻ്റെ കുരിശിന്റെ ചുവട്ടിലും ആ മറിയ ഉണ്ടായിരുന്നു. ക്ലയോപ്പാവിന്റെ ഭാര്യ ഉണ്ടായിരുന്നു. എൻ്റെ വേദനയിൽ, എൻ്റെ പ്രതിസന്ധിയിൽ, എൻ്റെ ആവശ്യത്തിൽ എന്നോടൊപ്പം നിന്നവർക്ക് ഒരു പ്രതിസന്ധി വരുമ്പോൾ ഞാൻ അവരെ, കർത്താവ് പറഞ്ഞ വേർഡ് ഞാൻ അതുപോലെ പറയാം, എൻ്റെ മുഖം അന്വേഷിച്ചവന്റെ മുഖം നിരാശപ്പെടാൻ ഞാൻ അനുവദിക്കത്തില്ല. എൻ്റെ മുഖം അന്വേഷിച്ചവന്റെ മുഖം നിരാശപ്പെടാൻ ഞാൻ അനുവദിക്കത്തില്ല. ഞാൻ ഏതറ്റം വരെ പോയും, ഞാൻ അവനെ തിരിച്ചു പിടിക്കും. ഞാൻ അവളെ തിരിച്ചു പിടിക്കും. Jesus' name. എൻ്റെ മുഖം അന്ന് വിരൂപമായിരുന്നു. എൻ്റെ ശരീരം അറക്കുവാനുള്ളൊരു ആടിനെ പോലെ മുറിയപ്പെട്ടിരുന്നു. പക്ഷെ അവിടെയും
ഞാൻ കണ്ടു ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയത്തെ. ഞാൻ അവിടെ പത്രോസിനെ കണ്ടില്ല. ഞാൻ അവിടെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി അപ്പം തിന്നവരെയോ വീഞ്ഞു കുടിച്ചവരെയോ മത്സ്യം ലഭിച്ചവരെയോ കാഴ്ച കിട്ടിയവരെയോ മുഴ മാറിയവരെയോ നടന്നവരെയോ കുഷ്ഠം സൗഖ്യമായവരെയോ ഇൻക്ലൂഡിങ് ഞാൻ അവിടെ ലാസറിനെ പോലും കണ്ടില്ല. ഞാൻ ഉയർപ്പിച്ച ലാസറിനെ പോലും ഞാൻ അവിടെ കണ്ടില്ല. പക്ഷെ അവിടെയും ഞാൻ അവർക്ക് വേണ്ടി ഒരു അത്ഭുതവും ചെയ്തിട്ടില്ല. അവരെൻ്റെ കൂടെ കൂടിയതാണ്, എന്നെ സ്നേഹിച്ച് എൻ്റെ ഒപ്പം വന്നതാണ്. അവരിന്ന് നിരാശരായി മടങ്ങുമ്പോൾ ഇല്ല, ഞാൻ അവരെ ഒറ്റയ്ക്ക് വിടുകയില്ല. ഇത് കർത്താവെന്ന് നിനക്ക് തരുന്ന ഉറപ്പാണ്. നീ ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ, നീ ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിലും നിന്റെ ജീവിതത്തിന്റെ കഷ്ടതകളുടെ നടുവിലും നീ ദൈവത്തെ വിട്ടുപോകാതെ, അവന്റെ വചനം വിട്ടുപോകാതെ അവന്റെ പാദത്തിൽ കിടന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തെ അത്ഭുതമാക്കാൻ എന്റെ ദൈവം ഏത് റൂട്ടും എടുക്കും. ഏത് റൂട്ടും എടുക്കും. ബൈബിൾ പറയുന്നു യേശു അവരുടെ കൂടെ ചേർന്ന് നടന്നു. എന്നെ കർത്താവ് അവിടുന്ന് മാറ്റുന്നില്ല കേട്ടോ, ചേർന്ന് നടന്നു. ഇപ്പൊ ഇവരുടെ കൂടെ നടക്കുന്ന ആരാ? ജീസസ്. Who is he? Who is he? ആരാണ് യേശു? God. മനുഷ്യന്റെ വേഗതയാണോ ദൈവത്തിന്റെ വേഗത? പറ. മനുഷ്യന്റെ വേഗതയാണോ ദൈവത്തിന്റെ വേഗത? അല്ല. നിങ്ങളിവിടെ ഒരു കാഴ്ച കാണുന്നുണ്ടോ? ഒരു സ്റ്റാൻഡ് വിത്ത് മീ. സ്റ്റാൻഡ് ഓവർ ദേർ. ഇതൊരു പിക്ചർ, ഇതൊരു ഫ്രെയിമാണ്. ഇതാ മനുഷ്യൻ ദൈവത്തോടൊപ്പം നടക്കുന്നു, അല്ലെങ്കിൽ ദൈവം മനുഷ്യനോടൊപ്പം നടക്കുന്നു. ദൈവം ദൈവം മനുഷ്യനോടൊപ്പം നടക്കുന്നു. ദൈവത്തെ കാണാൻ ഒരു പർട്ടിക്കുലർ പ്ലേസിലേക്ക് പോവുകയല്ല. ഇതാ ദൈവം. That is Jesus. That is Jesus. പറയാമോ? അതാണ് യേശു. ഇനി മനുഷ്യന്റെ വേഗതയല്ല, ദൈവത്തിന്റെ വേഗത. ഞാൻ കഴിഞ്ഞ സൺഡേ ഏഞ്ചൽസിന്റെ വേഗതയെ കുറിച്ച് കൊട്ടാരക്കരെ പഠിപ്പിച്ചു. ഏഞ്ചൽസ് സ്പീഡ്, അവരുടെ വേഗത. ദൈവത്തിന്റെ സൈന്യത്തിൽ, ദൈവത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഏഞ്ചൽസ്. അവരുടെ വേഗത. യാക്കോബ് പറയുന്ന നിമിഷം കൊണ്ടാ സ്വർഗത്തിലും ഭൂമിയിലും കയറി ഇറങ്ങുന്നതെന്ന്. സ്വർഗത്തോളം എത്തുന്ന ഒരു ഗവേണി പുള്ളി കാണുന്നത് ഏഞ്ചൽസ് പടാന്ന് മേളിൽ പോന്നു, താഴെ വരുന്നു. ഇവിടുന്ന് ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് ഒരു വിമാനം പറന്ന് 3000 അടി ഉയരത്തിലെത്താൻ സമയത്തെടുക്കും. ഈ സാധനം അമേരിക്കയിലെത്താനോ, അയ്യോ കാനഡയിലോ അമേരിക്കയിലോ പോകാനോ എത്ര മണിക്കൂർ തീരിക്കണം? പോയവരോട് ചോദിച്ചു നോക്ക് എത്ര മണിക്കൂർ ഇരിക്കണമെന്ന്. ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റാണ് ഇതിനകത്ത് കയറുമ്പോൾ, ബസ്സിലേക്ക് കയറുമ്പോൾ. ഇപ്പൊ ഇതിനകത്തോട്ട് കയറുമ്പോൾ ഇത് എപ്പോഴാണ് ഇറങ്ങുന്നതെന്നാ ചിന്തിക്കുന്നത്. അതുപോലെ ഇരിക്കുകയല്ലേ. ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് കാനഡയിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവിടെ ഹീലിംഗ് നടക്കുന്നില്ല. ഇതിന്റെ സ്പീഡ് എന്തുവാ? ഇതിന്റെ സ്പീഡ് എന്തോന്ന് പറഞ്ഞ്
താങ്ക് യു ലോർഡ് ജീസസ്. താങ്ക് യു ലോർഡ് ജീസസ്. ഇതിന്റെ ദൈവത്തിന്റെ വേഗത എന്നാ? പ്രകാശത്തേക്കാൾ വേഗതയാണ്. പ്രകാശത്തേക്കാൾ വേഗതയാണ്. ഹല്ലേലൂയ. നമ്മളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ സ്പീഡാണ്. ഇത്ര വേഗതയുള്ള ദൈവമാണ് ഈ തർക്കിച്ചും വാദിച്ചും പോകുന്ന മനുഷ്യന്റെ കൂടെ നടക്കുന്നത്. ഇതിനൊരു കാരണമുണ്ട്. മനുഷ്യൻ ദൈവത്തിന്റെ വേഗതയിലേക്ക് ഉയരാത്ത കാരണം കൊണ്ട് ദൈവം മനുഷ്യന്റെ വേഗതയിലേക്ക് വന്നതാണ്. Amen. യേശു. Amen. That is Jesus. Yes. Oh, thank you Lord. Come on, yes. ഇനി ഞാൻ ഇതിനകത്ത് ഒന്ന് രണ്ട് ഭാഗങ്ങൾ പറഞ്ഞ് ഞാൻ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് കയറുകയാണ്. ബൈബിൾ പറയുന്നു, വാക്യം 25, 26, ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ കല്ലറകൾ ചെന്ന് പറഞ്ഞതുപോലെ കണ്ടു, അവനെ കണ്ടില്ല താനും. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. എല്ലാവരും ഒന്ന് പറഞ്ഞു, യേശു. യേശു അവർക്ക് വചനം കൊടുത്തു. അവർക്ക് വചനം കൊടുത്തു. That is very important. I can prophesy, but I want to preach. Yes. I want to heal many people today here. But no. After my message I will do. ആദ്യം പറഞ്ഞ ആദ്യം വചനം. ആദ്യം വചനം. ചർച്ചിന് എപ്പോഴും ഈ ഒരു ഇനി മേലിൽ ഇവിടെ ആരെങ്കിലും ഈ സ്റ്റേജിൽ വന്ന് ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞാൻ വചനം പ്രസംഗിക്കണോ, ഞാൻ മറ്റെന്തെങ്കിലും ചെയ്യണോ എന്ന് ചോദിച്ചാൽ എൽഷദായിക്കാര് പറയണം, preach. Yes. വേറുള്ളവർ പറയണ്ട, preach, first preach. Amen. Preach the word. കാരണം വചനത്തിന് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ചെയ്യാൻ പറ്റൂല. വചനം ദൈവമാണ്. Amen. ഇപ്പൊ ഞാൻ ദൈവവചനം ഇന്നിവിടെ ശുശ്രൂഷിക്കുന്നല്ലോ. ഇന്ന് ഈ മീറ്റിംഗിൽ വന്നവന്റെ ലൈഫിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകും എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. കാരണം എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുകയും ഞാൻ അയച്ച കാര്യത്തെ സാധിപ്പിക്കുകയും ചെയ്യും. അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ല. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതും അത് ആത്മാവിനെയും പ്രാണനെയും സന്ധിപഞ്ചമാംസങ്ങളെയും വിടുവിക്കുന്നത് വരെ, വിടുവിക്കുന്നത് വരെ, നിന്നെ ഫ്രീ ആക്കുന്നത് വരെ, നിനക്ക് ഡെലിവറൻസ് തരുന്നത് വരെ, that word will work, that word will move. Yes. Word is important. അതുകൊണ്ട് നിങ്ങൾ എന്നോടും പറയണം, preach it. Yes, yes. നിങ്ങളുടെ ദൈവദാസന്മാരെയും നിങ്ങൾ അതിൽ ഉത്സാഹിപ്പിക്കണം. ഗ്യാരണ്ടി അല്ലേ? ഇപ്പൊ എനിക്ക് ഒരാളോട് സുവിശേഷം പറയാൻ ഒരു മിനിറ്റ് കിട്ടിയാൽ, without any introduction, ഞാൻ ആദ്യം അവരോട് പറയും, ജീസസ് ലവ്സ് യു മൈ ബ്രദർ. നിങ്ങളെ സ്നേഹിച്ച യേശു ഈ ഭൂമിയിൽ വന്നേ, ജീവനെ തന്നേ, നിങ്ങൾക്ക് വേണ്ടിയാ മരിച്ചേ, നിങ്ങൾക്ക് വേണ്ടി അടക്കപ്പെട്ട്, നിങ്ങൾക്ക് വേണ്ടിയാ ഉയർത്തെഴുന്നേറ്റ്. ഇത്ര എൻ്റെ വാക്കാണ്. ഒരു വേർഡൂടെ പറയും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് അവനെ നൽകാൻ തക്കവണ്ണം പിതാവായ ദൈവം സ്നേഹിച്ചു. ജീസസ് ലവ്സ് യു. ഞാനങ്ങ് പോവും.
പക്ഷെ യോഹന്നാൻ 3:16 അവനെയും കൊണ്ടേ പോകും. Amen. Amen. Yes. Grasp of Word is very important. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, പാസ്റ്റർ ഞാനൊരു പ്രവചനം കേട്ടാണ് രക്ഷിക്കപ്പെട്ടത് എന്നുള്ളവർ കൈവക്കും. ഞാനൊരു പ്രവചനം കേട്ടാണ് രക്ഷിക്കപ്പെട്ടത് എന്നുള്ളവരൊന്ന് കൈ ഉയർത്താം. പക്ഷെ ഞാൻ ദൈവവചനം കേട്ടാണ് രക്ഷിക്കപ്പെട്ടത്, കൈവക്കാം. ക്യാമറ പ്ലീസ് പ്ലീസ് പ്ലീസ്. സോറി ടു ലൈവ്. Amen. Give me the answer. പക്ഷെ എൻ്റെ മുഴ മാറിയതും ഞാൻ എൻ്റെ ജീവിതം അങ്ങ് യേശുവിന് കൊടുത്തു. അങ്ങനെയുള്ളവരെന്ന് കൈവെക്കാവോ? ആണോ? രക്ഷിക്കപ്പെട്ടാണോ? Are you saved? Are you saved? You baptized? സ്നാനം എടുത്തോ? Okay. It's a majority. 99%. ഞാൻ in my case, see, in my case, വചനം കേട്ട് യേശു ആരാന്ന് മനസ്സിലാക്കി Amen. ആ സത്യം അറിഞ്ഞിട്ടാണ് ഞാൻ സേവ്ഡ് ആയത്. വചനം നിങ്ങൾ അറിയുകയും വചനം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഒരു രസകരമായ ഒരു സംഭവം, ഞാൻ ഒരു വിദേശ രാജ്യത്ത്, ഒരു മിഡിൽ ഈസ്റ്റിലെ ഒരു കൺട്രിയിൽ, ഞങ്ങളുടെ ചർച്ച ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് എന്നെ ഒരു ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചു. ഞാൻ ഉച്ച കഴിഞ്ഞാണ് ആ ഫ്ലാറ്റിലേക്ക് പോകുന്നത്. ഓക്കെ, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. ആ ഫ്ലാറ്റിലുള്ളവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ, അതിന് ചുറ്റുമുള്ള ആളുകളെ എല്ലാം വിളിച്ച് ഈ വീട്ടിൽ നിർത്തിയിട്ടുണ്ട്. ചുറ്റുമുള്ള ഫ്ലാറ്റിലുള്ള ഒരു ഫ്രണ്ട്സിനെ. അപ്പം ഞാനും അവിടുത്തെ പാസ്റ്ററും കൂടെ ഉച്ചയ്ക്ക് ഈ വീട്ടിൽ ചെല്ലുമ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്കുള്ള ആളുണ്ട്. ഞാൻ പോയി ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ, ടിനു പാസ്റ്റർ വരുന്നെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഇൻഫർമേഷൻ കൊടുത്തു. ഇവർ വീട് നിറച്ചു വാളാം. ഞാനവിടെ ചെന്നു. അപ്പം ഞാൻ എൻ്റെ കൂടെ വന്ന പാസ്റ്ററോട് പറഞ്ഞു, ഓക്കെ, ഇന്ന് വൈകിട്ട് പ്രസംഗിച്ചത് തന്നെ. വൈകിട്ട് ഉച്ച കഴിഞ്ഞ് മീറ്റിംഗ് ഉണ്ട്. മുഴുവൻ ആളുകളാണ്. ഞാൻ അവിടുത്തെ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ കിഡ്നി പ്രോബ്ലമാണ്. അദ്ദേഹത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. വിവരങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് അവിടുത്തെ സഹോദരൻ പറഞ്ഞു, പാസ്റ്ററെ, ഇവരെല്ലാം പാസ്റ്ററെ കാണാൻ പ്രാർത്ഥിക്കാൻ വന്നേക്കുക. ഇവരെല്ലാം ഒറ്റ ചർച്ചിൽ പോകുന്നവരാണ്. അവിടെയുള്ള ഒരു ചർച്ചിൽ പോകുന്നവരാണ്. നമ്മുടെ ചർച്ചിൽ വരുന്നവരല്ല. ഈ പറഞ്ഞ ഫാമിലിയും വല്ലപ്പോഴുമാണ് നമ്മുടെ കൂട്ടായ്മയും വരുന്നത്. പുള്ളിക്ക് സുഖമില്ലെന്നറിഞ്ഞ് ഇങ്ങനെ ഊടാടി സഞ്ചരിക്കുന്നവരുണ്ട്. അവർക്ക് സ്വന്തമായിട്ടൊരു പാസ്റ്റർ കാണത്തില്ല. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഇവർ ഒറ്റപ്പെട്ടു, കൈവിടപ്പെട്ടു. അവരൊരു വിഷയത്തിൽ ആരും ഇടപെടാൻ കാണത്തില്ല. അങ്ങനെ പലരെ ഞങ്ങൾ അടക്കിയിട്ടുണ്ട്. അറിയോ, നമ്മുടെ സെമിട്രി, നമ്മുടെ ചർച്ചകൾക്ക് പല സ്ഥലങ്ങളിലും സെമിട്രി ഉണ്ട്. കാരണം ഈ മലയാളികളെ സംബന്ധിച്ച് ചർച്ചിൽ വരുമ്പോഴേ ഇവർ ആദ്യം ചോദിക്കുന്ന രക്ഷപ്പെടാനുള്ള വഴിയല്ല, സെമിത്തേരി ഉണ്ടോ എന്നാണ്. അപ്പോൾ പലയിടത്തും സെമിട്രീസ് ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇവരോട് സംസാരിക്കുമ്പം ഇവരെന്നോട് പറഞ്ഞു, പക്ഷെ ഞങ്ങളെല്ലാം ഇന്ന സ്ഥലത്ത് ആരാധനയ്ക്ക് പോകുന്നത്, ഇന്നടുത്ത് പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞു, വളരെ സന്തോഷം. അപ്പം എനിക്കറിയാം, അതൊരു ബാപ്റ്റിസം, സാൽവേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കൂട്ടമല്ലെന്ന് എനിക്കറിയാം. പക്ഷെ അവിടെ ഒത്തിരി മിറക്കിളുകൾ സംഭവിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. റിയലി ഹാപ്പി. സന്തോഷമാണ്. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. ഓക്കെ, നമുക്ക് പ്രതികൂലമല്ലാത്തവൻ നമുക്ക് അനുകൂലമല്ലോ. സ്തോത്രം. പക്ഷെ ഞാൻ ഇവരോട്
സംസാരിക്കുമ്പോൾ ഞാൻ കാഷ്വലായിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ആ കൂട്ടായ്മയിൽ പോയി നിങ്ങൾക്കുണ്ടായ അനുഭവം എന്നോടൊന്ന് പറയാമോ? ഒരാൾ പറഞ്ഞു എൻ്റെ ട്യൂമർ മാറി, വേറൊരാൾ പറഞ്ഞു എൻ്റെ കാൽമുട്ടിൻ്റെ സൗഖ്യം കിട്ടി. ഞാൻ പറഞ്ഞു പ്രൈസ് ഗോഡ്, ഹീലിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ രോഗസൗഖ്യം വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്, പക്ഷെ രക്ഷ അതിലും വലുതാണ്, സ്നാനം അതിലും വലുതാണ്. ഇതെല്ലാം കഴിഞ്ഞേ ഉള്ളത്. ഹല്ലേലൂയ. സാൽവേഷൻ ഈസ് ദ ഗ്രേറ്റസ്റ്റ് മിറക്കിൾ. വേറെ എന്തൊക്കെ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നെന്ന് പറഞ്ഞാലും നിങ്ങളുടെ രക്ഷ നിങ്ങൾ കരസ്ഥമാക്കണം. നിങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം സ്വീകരിക്കണം. നിങ്ങൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവവചനപ്രകാരം നിങ്ങൾ ജീവിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇവരോട് എക്സൈറ്റഡ് ആയിട്ട് ചോദിച്ചു, ആർ യു സേവ്ഡ്? നിങ്ങൾ രക്ഷിക്കപ്പെട്ട ആളാണോ എന്ന് ചോദിച്ചു. ഉടനെ ഇവർ തിരിച്ച് ചോദിച്ച് എന്നോട് ചോദിക്കുകയാണ്, മനസ്സിലായില്ല ബ്രദറെ, ബ്രദർ എന്തോ പറഞ്ഞെന്ന് മനസ്സിലായില്ല, എന്തുവാ ബ്രദർ അങ്ങനെ ചോദിച്ചു. ഞാൻ പിന്നെ അവരോട് ചോദിച്ചു, നിങ്ങൾ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടുണ്ടോ? ഉടനെ അവരെന്നോട് പറഞ്ഞു, ഇല്ല ബ്രദറെ, അങ്ങനൊന്നും ഇല്ല, പക്ഷെ എൻ്റെ മുഴ പോയി. That is very dangerous. അപ്പൊ എനിക്ക് മനസ്സിലായി അവർക്ക് ശരിക്കും വിടുതൽ കിട്ടിയിട്ടുണ്ട്, സൗഖ്യം കിട്ടിയിട്ടുണ്ട്, പക്ഷെ അവർക്ക് വചനം കിട്ടിയിട്ടില്ല. ശരിക്കുമുള്ള സത്യമായ ജെന്യൂനായ വേർഡ് അവർക്ക് കിട്ടിയിട്ടില്ല. പത്രോസ് പറയുന്നു, കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നാം വീണ്ടും ജനിച്ചിരിക്കുന്നു. ഇതേ ചോദ്യം യേശു നിക്കോദിമോസിനോട് പറഞ്ഞു, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല, പുതുതായി ജനിക്കണം. ഉടനെ നിക്കോദിമോസ് യേശുവിനോട് ചോദിച്ചു, പുതുതായി ജനിക്കാനോ? ഈ ടീമുകൾ എന്നോട് ചോദിച്ചു തന്നെ യേശുവിനോട് നിക്കോദിമോസ് തിരിച്ചു ചോദിച്ചു. എന്ന് പറഞ്ഞാൽ എന്നതാ, ഇനി ഞാൻ ഒന്നുകൂടെ എൻ്റെ അമ്മയുടെ വയറ്റിൽ കിടന്ന് ജനിക്കണമെന്നാണോ പറയുന്നത്? യേശു പറഞ്ഞു, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവാൽ ജനിച്ചത് ആത്മാവാകുന്നു. നീ വീണ്ടും ജനിക്കണം. Born again. This is very important. വചനം കേൾക്കുന്നതിൽ സന്തോഷമുള്ള എത്ര പേരുണ്ട്? ആ കൈ ഒന്ന് ഉയർത്തി പിടിച്ചായിരുന്നു. ഞാൻ ഈ കൈയെ നോക്കി പറയുന്നു, നിങ്ങൾ രക്ഷപ്പെടാനുള്ളവരാണ്. ഒന്ന് കൈ അടിച്ച് കർത്താൻ, നിങ്ങൾ രക്ഷപ്പെടാനുള്ളവരാണ്. വചനം പറയുമ്പോൾ ഈ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടോ, ഉറക്ക ഗുളിക കൊടുത്താലും ഉറങ്ങാത്തത് ബൈബിൾ തുറന്നാ ഉറങ്ങും. സ്തോത്രം. രാത്രി 12:30 മണിവരെയോ 2 മണിവരെയോ ഒക്കെ ഫോണിനകത്ത് നോക്കിക്കൊണ്ടിരിക്കും. എത്ര മണിക്കൂർ വേണേലും. അത് ഈ പെരുവിരലിനൊക്കെ മസിൽ വെച്ചവർ ഫോണിനകത്തിട്ട് നീക്കി എത്ര മണിക്കൂർ വേണമെങ്കിലും അവർ രാത്രി ഉറങ്ങാതിരുന്ന് കാണുകയും ഇതെല്ലാം നോക്കുകയും ചെയ്യും. പക്ഷെ വേദോത്സവം തുറന്നൊരു വാക്യം വായിക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്താൽ പ്രസംഗിക്കുന്നവനെ അങ്ങ് വീഴണം. പഴയ നമ്മളെ വാതുറന്ന് കാണിക്കും. ദാറ്റ്സ് എ ഡീമൺ. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും പറഞ്ഞ് എല്ലാ തിരുവെഴുത്തുകളും, സങ്കീർത്തനം മാത്രം അല്ല. ഈ ചിലരുടെ ബൈബിൾ എടുത്ത് നോക്കിയാൽ ഇവിടെ മാത്രം അഴുക്ക് കാണും. നോക്കി ഞാൻ പറയുന്ന പ്രവചനം കറക്റ്റ് ആണോ എന്ന് ബൈബിൾ എടുത്ത് നോക്കിയാൽ ഇവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ അഴുക്ക്. കാരണം ഇത് മാത്രമേ വായിക്കാറുള്ളൂ. സാംസ് എല്ലാ തിരുവെഴുത്തുകളും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഐ ബിലീവ് ദിസ് ഓൾ ബൈബിൾ. ബൈബിൾ കാര്യങ്ങളിൽ എടുത്ത് ഉയർത്തിപ്പിടിച്ച് പറഞ്ഞ് എല്ലാ തിരുവെഴുത്തും
ദൈവശ്വാസീയമാണ്. ദൈവശ്വാസീയമാണ്. I believe I believe this whole Bible, this whole Bible, this complete Bible. this complete I Bible. believe. I believe. I believe in Old Testament and I believe in New Testament. believe in New Testament. Hallelujah. Hallelujah. I believe this is the word of the Lord. Yes. Amen. എല്ലാ തിരുവെഴുത്തും പഴയ നിയമം എടുത്തിട്ടാണ് അതിനകത്തുനിന്ന് യേശു ആരാണെന്ന് ഇവർക്ക് പറഞ്ഞു കൊടുത്തു. താങ്ക് യു ലോർഡ് ജീസസ്. Jesus, come on, yes. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ആ ഒരു മൊമെന്റ്? പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാണ് നിൽക്കുന്നത്. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ, പുതിയ നിയമത്തിന്റെ രാജാവ്, പുതിയ നിയമത്തിന്റെ ശക്തനായ യഹോവ, പുതിയ നിയമത്തിന്റെ ദൈവം. ഓ ഹല്ലേലൂയ. പുതിയ ഉടമ്പടിയുടെ കർത്താവ് പഴയ നിയമം എടുത്ത് ഇവരെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കാത്ത ഞാൻ എങ്ങനെ പറയും? മീഡിയ വാക്യമെങ്കിലും ഒന്ന് കാണിച്ചായിരുന്നെങ്കിൽ നമുക്ക് വായിക്കുകയും ചെയ്യായിരുന്നു. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കാത്ത ഞാൻ എങ്ങനെ പറയും? നമുക്കത് പറയാൻ തന്നെ മടിയാണ്. നമുക്കത് പറയാൻ തന്നെ മടിയാണ്. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞിട്ടുണ്ട് റോമാ സഭയോട്, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ഗലാത്യ സഭയുടെ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിന്നെ അഭിചാരം ചെയ്ത് ക്ഷുദ്രം ചെയ്ത് മയക്കിയതാര്? താങ്ക് യു ജീസസ്. നീ എന്താ വചനം ശ്രദ്ധിക്കാത്ത? എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? പ്ലീസ് പ്ലീസ് എവ്രി ഡേ. ഈ സെന്റർ മാത്രം പിടിക്കല്ലേ എപ്പോഴും. മനസ്സിലാവുന്നോ? റീഡ് ദ ന്യൂ ടെസ്റ്റമെന്റ്, ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ്, റോമൻസ്, കൊരിന്ത്യൻസ്, ഗലേഷ്യൻസ്. റീഡ് ദ ബൈബിൾ. ലേഖനങ്ങൾ വായിച്ചേ, ലേഖനങ്ങൾ വായിച്ചേ. ഗോസ്പൽ ഓഫ് ജോൺ വായിച്ചേ, പുതിയ നിയമം വായിച്ചേ. പുതിയ നിയമം പഴയ നിയമം വായിക്കണം. പക്ഷെ ഞാൻ എങ്ങനെയാ ജീവിക്കേണ്ടതെന്ന് കൂടുതൽ, എൻ്റെ ജീവിതം ഏത് നിലയിലാണ് ചിട്ടപ്പെടുത്തേണ്ടതെന്ന് കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നത് ലേഖനങ്ങൾ വായിക്കുമ്പോഴാണ്. കാരണം അതെല്ലാം എന്നോടുള്ള ഉപദേശങ്ങളാണ്. ഉപദേശങ്ങളാണ്. ദൈവം തരുന്ന ഉപദേശങ്ങൾ നമ്മൾ വിട്ടുപോകരുത്. നിങ്ങൾ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പം, ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പം, പഴയ നിയമമോ പുതിയ നിയമമോ, അതിനകത്ത് ഏതെങ്കിലും ഒരു വാക്യം നിങ്ങളുടെ അകത്ത് തൊടും. പെട്ടെന്ന് അത് വായിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറയും, നിങ്ങളെ ടച്ച് ചെയ്യും. നിങ്ങളെ ടച്ച് ചെയ്യുന്ന വേർഡ് നിങ്ങൾ ബൈ ഹാർട്ട് ആക്കണം. നിങ്ങളത് മെഡിറ്റേറ്റ് ചെയ്യണം. അത് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ അനുഗ്രഹീതൻ. അനുഗ്രഹീതൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും ഇലകാടാത്തതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെയാകും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. യോശുവയോട് ദൈവം പറയുന്നു, നീ എൻ്റെ വചനങ്ങളെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ശബ്ദമുയർത്തി ഹല്ലേലൂയ. Our Lord is coming very soon. Yes, yes, yes. ഞാൻ ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഇത് പറയാതെ ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല എനിക്ക്. ആ ഡെലിവറൻസ് സെഷനിലോട്ട് ഞാൻ കയറുന്നതിന് മുമ്പ് Our Lord is coming very soon. മീഡിയയോട് ഞാൻ പ്രത്യേകം ആവശ്യപ്പെടുകയാണ്. ഞാൻ ഇന്നലെ അത് പാലക്കാട് പറഞ്ഞിരുന്നു, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കൊട്ടാരക്കര പറഞ്ഞിരുന്നു, UAE മീറ്റിങ്ങിന് പറഞ്ഞിരുന്നു, പിന്നെ എവിടെയാ പറഞ്ഞേ? അതിന് മുൻപ് പത്തനംതിട്ട മീറ്റിംഗിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇന്ന് ഞാൻ എറണാകുളത്തും പറയുകയാണ്. Lord is coming very soon. Yes. ഇനി വരാൻ പോകുന്ന വർഷങ്ങളൊന്നും അടിപൊളിയല്ല.
നോ. കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഭയങ്കരമായ ലക്ഷണങ്ങൾ കാണിക്കും. ഞാൻ ഒരിക്കൽ ഇവിടെ പറഞ്ഞു, കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയും കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും മധ്യാകാശത്തിൽ വരും. That's rapture. അതാണ് മേഘപ്രത്യക്ഷത. ഹല്ലേലൂയ. ആ മേഘപ്രത്യക്ഷതയിലാണ് മണവാട്ടിയാകുന്ന സഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കുന്നത്. The rapture will happen very soon. കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഇനി എന്ത് നടക്കാനുള്ളതെന്ന് വെച്ചാൽ ഇനി അധികം ഒന്നും നടക്കാനില്ല. അതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിന്റെ എല്ലാം സിവിയറിറ്റി കൂടാൻ പോവാണ്. യേശു പറയുന്നുണ്ട്, ഒരു സ്ത്രീക്ക് പ്രസവ വേദന അടുക്കുന്നത് പോലെയാണ് കർത്താവിന്റെ വരവെന്ന് പറയുന്നത്. ആ കുഞ്ഞ് പുറത്തോട്ട് വരുന്ന ആ ടൈം അതിന്റെ സിവിയറിറ്റി കൂടുന്നത് പോലെ ഈ കോവിഡും നേരത്തെ സംഭവിച്ച സംഭവങ്ങളും ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ വാറും ഇതെല്ലാം കൂടെ ഒന്നിച്ച് വൈറസ് അറ്റാക്കുകളും യുദ്ധങ്ങളും സുനാമികളും ഭൂചലനങ്ങൾ, എസ്പെഷ്യലി എർത്ത്ക്വേക്സ്, ഭൂചലനങ്ങളും ഇതെല്ലാം കൂടെ പല മരണങ്ങളും ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഈ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും. ഈ കോവിഡും മറ്റ് പല സംഭവങ്ങളും നമുക്കൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ഒത്തിരി മരണങ്ങൾ സംഭവിച്ചു, പലതും കൈ നിന്നില്ലെന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും കൈ നിന്നു കുറെയൊക്കെ, ഏറെക്കുറെ. അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും കാണോ? ഹല്ലേലൂയ. കയ്യിൽ നിൽക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് ലോകം പോകും. ആമേൻ. അപ്പോൾ സഭയ്ക്ക് ഭയങ്കരമായ പ്രോസിക്യൂഷൻസുകളും ഉണ്ടാകും. ഒരു വല്ലാത്ത കാലം എന്ന് പറയുന്ന കാലം വരും. ആ കാലത്ത് സഭയെ കർത്താവ് ഇവിടുന്ന് കൊണ്ടുപോകും. Definitely that will happen at very soon. Very soon. എനിക്ക് അങ്ങനെ പറയാൻ പറ്റും, കാരണം നാളും നാഴിക എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ വചനം പഠിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ, ലോകത്തിൻ്റെ ലക്ഷണങ്ങൾ നോക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്ന ബോധ്യങ്ങളിൽ നിന്ന് ദൈവം ഉപയോഗിക്കുന്ന, ഇന്ന് ദൈവത്താൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി അഭിഷിക്തന്മാർ, പാസ്റ്റർ ക്രിസ് ഉൾപ്പെടെയുള്ള ഒത്തിരി ഹൈലി അനോയിന്റഡ് ആയിട്ടുള്ള ദൈവദാസന്മാർ പറയുന്ന, ഡിക്ലെയർ ചെയ്യുന്ന ഡിക്ലറേഷൻസ്, ദൈവം എനിക്ക് വ്യക്തിപരമായി തരുന്ന ബോധ്യങ്ങൾ, ഞാൻ ലോകത്തിൽ നിന്ന് കാണുന്ന സംഭവങ്ങൾ, ഇതിനെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ എറണാകുളം ചർച്ചിനോടും ലോകത്തോടും ഈ സത്യം അറിയിക്കുന്നത്. ജീസസ് ഈസ് കമ്മിങ് വെരി സൂൺ. വെരി സൂൺ. അതുകൊണ്ട് ഈ പുസ്തകം മാറ്റി വെക്കാതെ വായിക്കണം, പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, പഠിക്കണം. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കാത്ത ആകരുത്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഓക്കെ, ഐ ആം കമ്മിങ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ബൈബിൾ പറയുന്നു, മോനെ ഈ വാക്യം കൂടെ വായിച്ചോ, ഈ വാക്യം കൂടെ ശ്രദ്ധിച്ചോ. വേർഡ് 28. അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ അവൻ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ ഞങ്ങളോട് കൂടെ പാർക്ക, നേരം വൈകി അസ്തമിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് അവോടും വിട്ടുപോകല് അവരെ നിർബന്ധിച്ചു. അവർ അവരോടുകൂടെ പാർക്കാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. അടുത്ത വാക്യത്തിന് അടിവരയിടുക, അവർ അവനെ അറിഞ്ഞു. Can I preach? Yes. ഇന്നത്തെ എന്റെ മെസ്സേജിന്റെ ടൈറ്റിൽ അതാണ്, അവർ അവനെ പ്രസംഗിക്കാൻ പോകുന്നുള്ളൂ. ഇത്രയും നേരം ഇൻട്രൊഡക്ഷനാ പറഞ്ഞേ.
അവർ അവനെ അറിഞ്ഞു. അറിഞ്ഞു. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ, യേശുവിനെ അറിയുക, യേശുവിനെ അറിയുക, യേശുവിനെ അനുഭവിക്കുക. യേശുവിനെ അറിയുക. No, I am closing this session within 10 minutes. ബൈബിൾ പറയുന്നു ഇവർ ഒന്നിച്ച് നടക്കുകയാണ്. ഈ നമ്മുടെ വീട് എത്താറാവുമ്പം, നമ്മുടെ ഫ്ലാറ്റ് അടുക്കാറാവുമ്പം നമ്മുടെ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ തന്നെ വീഴും. വീഴുകയല്ലേ? ഉറപ്പായിട്ടും വീഴും. ഇതുപോലെ അവരുടെ വീടെത്തിയപ്പോൾ അവരുടെ റൂട്ടിലേക്ക് അവർ തിരിഞ്ഞു. ബൈബിൾ പറയുന്നു യേശു മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. വേർഡ് 30 പ്ലീസ്. അവൻ മുന്നോട്ട് പോകുന്ന മുന്നോട്ട് പോയതല്ല, ഭാവം കാണിച്ചു. എന്താണെന്നറിയാം എന്റെ പ്രത്യേകത? യേശുവിനൊരു കുഴപ്പമുണ്ട്. പറഞ്ഞു, യേശുവിനൊരു കുഴപ്പമുണ്ട്. എല്ലാരും തലപൊക്കി നോക്കി അത് എന്നാന്ന് കേൾക്കാം. അത് കേൾക്കാനാണല്ലോ നമ്മുടെ ഇഷ്ടം. ഹല്ലേലൂയ. യേശുവിനൊരു കുഴപ്പമുണ്ട്. അത് വേറൊന്നുമല്ല, വിളിക്കാത്തടുത്തെങ്ങും പോകുകയല്ല, വിശ്വസിക്കാത്തവന് വേണ്ടി പ്രവർത്തിക്കുകയല്ല. Oh yes, amen, hallelujah. കാനാവിലെ കല്യാണത്തിൽ വിളിച്ചത് കൊണ്ടാ പോയെ. പറഞ്ഞു, എന്റെ യേശു ഭയങ്കര ഡീസന്റാന്ന് പറഞ്ഞു. ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞു, ഭയങ്കര ഡീസന്റാ. ആ സേവിക്കുന്നത് ഭയങ്കര ഡീസന്റ് ആയ ഒരു ദൈവത്തെ. ഹല്ലേലൂയ. കണ്ടാലും ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, എന്റെ ശബ്ദം കേട്ട് നീ കതക് തുറന്നു തന്നാ ഞാൻ അകത്ത് വരും. ഞാൻ തള്ളി കയറുകയില്ല, ഓടിളക്കി വരികയില്ല, ജനൽ വഴി വരികയില്ല, എങ്ങും വരികയില്ല. നീ തുറന്നു തന്നാൽ ഞാൻ വരും. നീ എന്നെ വിളിച്ചാൽ ഞാൻ അരികിൽ കാണും. ജീസസ്, ഹല്ലേലൂയ. അവൻ മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. പക്ഷേ ആ ചങ്ക് നിറയെ, ആ ഉള്ളം നിറയെ പോവല്ല കേട്ടോ. വിട്ടൊന്നും പോവല്ല, പോന്ന പോലൊക്കെ തോന്നുക. നീ ഒന്ന് വിളിക്കാൻ വെയിറ്റ് ചെയ്യുക. ഇന്ന് സഭയോട് ഇത് വളരെ ആഴമായി കർത്താവ് പറയുന്നു. ചിലപ്പോ എനിക്ക് തോന്നും, ചിലപ്പോ എന്നെ കൊണ്ട് തോന്നിപ്പിക്കും, കർത്താവ് എന്റെ അടുത്തുനിന്ന് പോയോ, പ്രസൻസ് ഓഫ് ഗോഡ് എന്നെ ലെഫ്റ്റ് ചെയ്തോ, എന്റെ അടുത്തുനിന്ന് പോയോ, ഇപ്പൊ ദൈവം എന്റെ കൂടെ ഇല്ലയോ, സാന്നിധ്യം എന്റെ കൂടെ ഇല്ലയോ, കർത്താവെ നീ ഇപ്പൊ എന്റെ ഒപ്പം ഇല്ലയോ, നീ എന്നെ വിട്ട് കടന്നു പോയോ എന്നൊക്കെ തോന്നിപ്പിക്കും. പക്ഷേ നീ ഒന്ന് വിളിക്കാൻ അവൻ വെയിറ്റ് ചെയ്യുകയാണ്. വാ തുറന്ന് വിളിച്ചേ, യേശുവേ. Lift up your voice and say, Jesus, Jesus. ബൈബിൾ പറയുന്നു അവർ അവനെ നിർബന്ധിച്ചു. വൈകി, സൂര്യൻ അസ്തമിക്കാറായി. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വീട്ടിൽ പാർക്കാം. ഇനിയുള്ള മൊമെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, പ്രൊഫറ്റിക് ആണ്. അവർ വീട്ടിനകത്ത് കയറിയിരുന്നു. വിളിക്കണം കേട്ടോ, വിളിച്ചാലേ വരൂ കേട്ടോ. വിശ്വസിക്കണം കേട്ടോ. ആള് ഭയങ്കര ഡീസന്റാ. വിശ്വസിക്കണം, വിളിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വീട്ടിലെത്തി, ഫുഡ് കഴിക്കാനിരുന്നു. അപ്പം എടുത്ത് അവൻ തന്നെ നുറുക്കി അവർക്ക് കൊടുത്തു. അപ്പം അവൻ നുറുക്കി അവർക്ക് കൊടുത്തു. ഞാൻ ചോദിക്കുന്നു, യേശു നുറുക്കി കൊടുത്ത അപ്പം ജീവന്റെ അപ്പം. അവര് റിജക്ട് ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും അവരുടെ കണ്ണ് തുറക്കില്ല, അവർ അവനെ അറിയില്ല, അവർ വാഗ്ദത്തത്തിലെത്തില്ല. ടുഡേ, ഇന്നും അവന്റെ ജീവന്റെ അപ്പം അവൻ നിനക്ക് നുറുക്കി തരികയാണ്. റിജക്ട് ചെയ്യരുത്. യു റിസീവ് ഇറ്റ്. യു റിസീവ് ഇറ്റ്. യു റിസീവ് ഇറ്റ്. ഹല്ലേലൂയ. അവന്റെ കണ്ണ് തുറന്നു, അവർ അവനെ അറിഞ്ഞു, അവൻ അവർക്ക് അപ്രത്യക്ഷനായി. ഉടനെ ആ കുടുംബം പറഞ്ഞ വേർഡാണ് 32-ാമത്തെ വാക്യം. അവൻ വഴിയിൽ
നമ്മളോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നില്ലയോ? ഇന്ന് പകൽ നിന്റെ ആകം കത്തട്ടെ. വാഗ്ദത്തത്തിലേക്ക് നടക്കാൻ നിന്റെ ആത്മാവിൽ തീ പിടിക്കട്ടെ. നിന്റെ ഡെസ്റ്റിനിയിലേക്ക് എത്താൻ നിന്റെ അകത്ത മനുഷ്യനിൽ കർത്താവ് എന്നോട് പറയുന്നു, പുറകോട്ട് ചുവട് വെച്ചത് പലതും ഇന്ന് പകൽ മുന്നോട്ട് ചുവട് വയ്ക്കുന്ന ഒരു പുഷിംഗ് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് അയക്കുകയാണ്. ബൈബിൾ വ്യക്തമാക്കുന്നു, അന്ന് തന്നെ അവർ മടങ്ങി ജെറുസലേമിലേക്ക് പോയി. ഓർക്കണം, think about that please. I'm going to finish this session. അന്ന് തന്നെ മടങ്ങിപ്പോയി. ഇങ്ങോട്ട് 11, ഇങ്ങോട്ട് 7 മൈൽ ഉണ്ടെങ്കിൽ അങ്ങോട്ട് 7 മൈലുണ്ട്. 14 മൈൽ, 22 കിലോമീറ്റർ ഒരു ദിവസം ഈ കുടുംബം നടന്നു. 1 day, ഒറ്റ ദിവസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ ജെറുസലേമിൽ ചെന്നപ്പോൾ ഒരു പക്ഷേ അപ്പോസ്തലന്മാരെ അവർ കണ്ടുമുട്ടിയപ്പോൾ രംഗം വേറെയാണ്. ഒരു പക്ഷേ ക്ലയോപ്പാവിനെയും ഭാര്യയെയും പത്രോസും യാക്കോബ് യോഹന്നാനും കണ്ടുമുട്ടുമ്പോൾ ക്ലയോപ്പാവും ഭാര്യയും അവരെ കാണുമ്പോൾ തന്നെ ചോദിച്ചാണ്, അറിഞ്ഞോ? അവരും ചോദിച്ചു, നിങ്ങൾ അറിഞ്ഞോ? ഞങ്ങൾ അറിഞ്ഞു. നീ അറിഞ്ഞോ? ഞാനും അറിഞ്ഞു. എന്താ? അവൻ ഉയർത്തു. ഞങ്ങൾ ചോദിക്കുന്നു, ഇത് നീ അറിഞ്ഞോ? ഈ ഓൺലൈനിൽ കാണുന്ന നീ അറിഞ്ഞോ? ഈ ചർച്ചിലിരിക്കുന്നവർ അറിഞ്ഞോ? അവൻ മരണത്തെ ജയിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു. ഈസ് അലൈവ്. ഈസ് അലൈവ്. ഓ, താങ്ക് യു ഹോളി ഗോസ്റ്റ്. എല്ലാം നുണപ്രചരണങ്ങളും തകർന്നടിഞ്ഞു. സകല നുണപ്രചരണങ്ങളും തകർന്നടിഞ്ഞു. അവന്റെ ശിഷ്യന്മാരും അവനോടൊപ്പമുള്ളവരെല്ലാം മടങ്ങി വന്നു. ഇനി അവരുടെ പ്ലാനിങ് ഇതാണ്, to receive the Holy Spirit, to receive the promise. Hey. Come on. Receive the Holy Spirit. Receive the promise. Hallelujah. തർക്കിക്കുന്ന ക്ലയോപ്പാവിന്റെ ഭാര്യയുമൊക്കെ ദൈവ ശബ്ദങ്ങളായി തിരിയുകയാണ്. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാ പറയുന്നു, സാധാ കുടുംബമായ നിന്നെ ഒരു അസാധാരണ കുടുംബമാക്കി ദൈവത്തിന്റെ ആത്മാവ് തീർക്കുകയാണ്. ഒരു നോർമൽ റിലത്തിൽ നിന്ന് കർത്താവിനെ ഒരു സൂപ്പർ നാച്ചുറൽ റിലത്തിലേക്ക് യേശുവിൻ നാമത്തിൽ ഷിഫ്റ്റ് ചെയ്യുകയാണ്. Hey! Can you please stand on your feet, everyone? എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അവരുടെ ഡെസ്റ്റിനിയിലേക്ക്, അവരുടെ പ്രോമിസ് ലാൻഡിലേക്ക് യേശു അവരെ മടക്കിക്കൊണ്ടുവന്നു. നിരാശയുടെ വിടവുകളെ അടച്ചു. കർത്താവിനോട് വ്യക്തമായി പറയുന്നു, ഈ 2023 തീരുന്നതിന് മുൻപ് നിനക്ക് ദൈവത്തിൽ നിന്നൊരു എൻകൗണ്ടർ ഉണ്ടാകും. നിനക്കൊരു എൻകൗണ്ടർ ഉണ്ടാകും. അതൊരു പക്ഷെ നീ ഉറങ്ങുമ്പോഴായിരിക്കും, അതൊരു പക്ഷെ നീ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴായിരിക്കും, അതൊരു പക്ഷെ നീ കിച്ചണിൽ നിൽക്കുമ്പോഴായിരിക്കും, ഒരു പക്ഷെ നീ അത് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുമ്പോഴായിരിക്കും. എപ്പോഴെങ്കിലും നിന്റെ കാതിൽ ഒരു ശബ്ദം, something is going to happen. Rako prekasata harabo ashabara katalia lekrata prakasoti bihaskia. ഒരു സാധാരണ കുടുംബത്തെ യേശു കർത്താവ് അസാധാരണ വ്യക്തിത്വങ്ങളാക്കുകയാണ്. പരിശുദ്ധാത്മാവിൽ നിറയുന്ന മാളിക മുറിയിലേക്ക് അവരെ പിടിച്ച് തിരിച്ചു കൊണ്ടുവരികയാണ്. ദൈവത്തിന്റെ ആത്മ പറയുന്നു, റൂട്ട് തെറ്റിപ്പോയ നിന്നെ കൃത്യമായ റൂട്ടിലേക്ക് ദൈവം
കൃത്യമായ റൂട്ടിലേക്ക് ദൈവം ഇന്ന് പകൽ തിരിച്ചു കൊണ്ടുവരും. റൂട്ട് തെറ്റിപ്പോയതിന്റെ തലമുറയെ കൃത്യമായ റൂട്ടിലേക്ക് ദൈവം തിരിച്ചു കൊണ്ടുവരും. Close your eyes and lift up your hands in heaven. ആ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആധരങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, എന്റെ നിരാശകളെ നീ മാറ്റുന്നതിന് നന്ദി. ഓ ജീസസ്, എല്ലാ വിടവുകളെയും അവിടെ നടക്കുന്നതിന് നന്ദി. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ, ഞാൻ ആഗ്രഹിച്ചതുപോലെ, ഞാൻ ചിന്തിച്ചതുപോലെ ചിലത് സംഭവിച്ചില്ല എന്ന് കരുതി എന്റെ ഭാവി അവിടെ തീരുകയല്ല. എന്റെ ഭാവി യെരൂശലേമിൽ വീണ്ടും തുടങ്ങുകയാണ്. ഒരു പുതിയ ജീവിതം, ഒരു പുതിയ തുടക്കം. A new beginning. I am seeing in my spirit new beginning. വർണ്ണിച്ചിടാൻ വാക്ക് പോരാ കർത്താവേ, വാക്ക് പോരാ കർത്താവേ. നിങ്ങൾ എത്ര പേർക്ക് പറയാൻ കഴിയും, പലപ്പോഴും ഈ യേശു എന്നെ തിരിച്ചു പിടിച്ചിട്ടുണ്ട്? നിങ്ങൾ എത്ര പേർക്ക് പറയാൻ കഴിയും, എന്റെ പ്രാർത്ഥനാ ജീവിതത്തെ അവൻ തിരിച്ചു പിടിച്ചിട്ടുണ്ട്? ഞാൻ അവനിൽ നിന്ന് അകന്നു പോയപ്പോഴും, ഞാൻ അവനിൽ നിന്ന് ദൂരെ ആയപ്പോഴും എന്റെ കർത്താവ് എന്നെ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അനുഭവമുള്ളവർ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വർണ്ണിച്ചിടാ വാക്കു പോരായേ, വർണ്ണിച്ചിടാ നാവു പോരായേ, വർണ്ണിച്ചിടാ വാക്കു പോരായേ, വർണ്ണിച്ചിടാ നാവു പോരായേ. Hallelujah, Jesus. Hallelujah, Jesus. Hallelujah, 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 hallelujah. എൻ കാതിൽ കേട്ടതെല്ലാം എന്റെ കണ്ണു പുകഴുവാനൊന്നുമില്ലേ. In the mighty name of Jesus. മഹത്വം എന്നേശുവിന്. Hallelujah, Jesus. Hallelujah, Lord, healings is happening. hallelujah, 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 Holy Ghost, Holy Ghost, Holy Ghost. hallelujah, hallelujah. ഇന്ന് ഈ ചർച്ചിനകത്ത് എല്ലാ കണ്ണുകളും അടയപ്പെട്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കർത്താവ് തന്റെ വചനത്തിലൂടെ നിങ്ങളോട് ഇടപെടുകയാണ്. ക്ലെയോപ്പാവിനോടും തന്റെ ഭാര്യയായ മറിയത്തോടും കൂടെ നടന്ന യേശു, that same Jesus is walking with you. He is living in your spirit. Your body is the temple of Jesus. He is dwelling in you. അവൻ നിന്നിൽ വസിക്കുന്നു. അവൻ നിന്നോടൊപ്പം നടക്കുന്നു. യേശുവേ, നീ അവർക്ക് ആ അപ്പം നുറുക്കി കൊടുത്തപ്പോൾ അവരത് വാങ്ങാതെയും ഭക്ഷിക്കാതെയും ഇരുന്നെങ്കിൽ അവരുടെ കണ്ണ് തുറക്കില്ലായിരുന്നു, അവർ അവനെ അറിയില്ലായിരുന്നു. ഇന്ന് പകലിലും നിന്റെ വചനം ഇവിടെ വിളമ്പി
ജീവന്റെ അപ്പം ഇവിടെയും നുറുക്കി 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 കൊടുത്തു. ഞാനത് സ്വീകരിക്കുന്നു. അങ്ങേ അറിയേണ്ടവണ്ണം അറിയാൻ, അങ്ങേ കാണേണ്ടവണ്ണം കാണാൻ എനിക്ക് കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇതുവരെ സ്നാനപ്പെട്ട വ്യക്തിയല്ല, ഞാൻ ഇതുവരെ രക്ഷിക്കപ്പെട്ടയാളല്ല. ഇതുവരെ ഞാൻ കരുതിയത് സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ ഏതോ ഒരു വിഭാഗത്തിൻ്റെതാണെന്നാണ്. അല്ല, സ്നാനം യേശുവിൻ്റെ കൂടെ ചേരാനാണ്. സ്നാനം ക്രിസ്തുവിനെ ധരിക്കാനാണ്. സ്നാനം ദൈവത്തോടുള്ള നല്ല മനസ്സാക്ഷിക്കുള്ള അപേക്ഷയാണ്. സ്നാനം ക്രിസ്തുവിൻ്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും ഏകീഭവിക്കാനാണ്. യേശുവേ, എനിക്ക് സ്നാനപ്പെട്ട് അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കണം. എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. ഞാൻ അങ്ങേ എന്നിലേക്ക് ക്ഷണിക്കുന്നു. അവരുടെ കൈകൾ ഉയർന്നിരിക്കട്ടെ. ഞാൻ ഇതുവരെ സ്നാനപ്പെട്ടിട്ടില്ല, എനിക്ക് സ്നാനപ്പെട്ട് കർത്താവിനായി ജീവിക്കണം. അവരുടെ കൈകൾ നന്നായി ഉയർന്നിരിക്കട്ടെ. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലിഫ്റ്റ് യുവർ ഹാൻഡ്സ് പ്ലീസ്. I will pray for you today morning. I want to take the baptism. I want to live for you, Lord Jesus. എൻ്റെ ഹൃദയം, എൻ്റെ ജീവിതം ഞാൻ യേശുവിനായി തരുന്നു. എന്നെ തന്നെ ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു. സ്നാനപ്പെട്ട് അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ, അങ്ങയുടെ വചനപ്രകാരം ജീവിപ്പാൻ എന്നെ സമർപ്പിക്കുന്നു എന്നുള്ളവർ ആ കൈകളെ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് ലിഫ്റ്റ് യുവർ ബോത്ത് ഹാൻഡ്സ്. Thank you, Jesus. I want to pray for you. I want to pray for you. നിങ്ങളുടെ തലയിൽ എനിക്കൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കണം. ഒന്ന് മുന്നിലേക്ക് വരാമോ? കം ക്വിക്ലി. നിങ്ങൾക്ക് ആ സ്ഥലം അവർ തരും. റകൂഷൽ കർട്ടമോസ് ലഗ്രീസ അൽബ്രാ ഉഷക്രതാസിയാന യേശു നൽകി ശഗ്രുബ അസ്കത അറബു അസഗ്രിനി അശബ്ര അസകതാരിയാസിയ ഉഗഡു ശുക്രത അല്ലമോഷലക്രത അസിയക്രുബുഷലക്രത മോഷക്രത അസഗ്രത അസിക്രസിയാരകോസ്. Please come forward. Jesus, Jesus, Jesus. അങ്ങയ്ക്കു തുല്യനായി ആരുമില്ല, നീയല്ലാതെ വേറെ ദൈവമില്ല. നിൻ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിയിടുന്നു. നീയാണെൻ ദൈവം, എൻ പിതാവ്. അങ്ങയ്ക്കു തുല്യനായി ആരുമില്ല, നീയല്ലാതെ വേറെ ആരുമില്ല. നിൻ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിയിടുന്നു. നീയാണെൻ ദൈവവും എൻ പിതാവേ. Hallelujah, 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 oh, hallelujah, 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 hallelujah. Hallelujah, hallelujah, oh, hallelujah, 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 hallelujah. Jesus, hallelujah. താവിന്റെ പ്രവർത്തികൾക്കായി ഏൽപ്പിക്കുന്നു. ജീവിതത്തോടുള്ള ബന്ധത്തിലൊരു വലിയ തിരിവ് കർത്താവ് കൊണ്ടുവരികയാണ്. ദൈവം നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റും. നീ ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിന്നെ പുറത്തെടുക്കും. നീ ലോക്കായി പോയെടുത്ത് ആ ബന്ധനങ്ങളെ അഴിച്ച് ഞാൻ നിന്നെ വെളിയിൽ കൊണ്ടുവരുമെന്ന് കർത്താവ് നിന്നെ അറിയിക്കുന്നു. നിന്റെ ഭാവിയോടുള്ള ബന്ധത്തിൽ
ഇന്ന് പകൽ ദൈവകരം നിനക്ക് വേണ്ടി ചലിക്കുകയാണ്. Jesus. Rashabrakatorias. Rikesamotelias akabab. In the name of Jesus. എല്ലാ രോഗബന്ധനങ്ങളും ഈ വ്യക്തിയിൽ നിന്ന്, ഈ കുടുംബത്തിൽ നിന്ന് ഞാൻ അഴിച്ചു കളയുകയാണ്. ശത്രുവിന്റെ സകല ദുഃഖങ്ങളും ഈ ഭവനത്തിൽ നിന്ന് പൊട്ടിമാറട്ടെ. റാശൽ ബരദക ജാനഗസ് റൂഷ് മാരഗസ് രകതമൗഷസ് കലൈസ് രകോരമൗസലേക തമാസ് കലേതുറുസ് റിബോചനദരസ്. കുഞ്ഞൊരു അത്ഭുതമായി തീരട്ടെ. പരിശുദ്ധാത്മാവേ, ദൈവപ്രവൃത്തി യേശുവിൻ നാമത്തിൽ വെളിപ്പെടണം. കർത്താവിന്റെ കരം ചലിക്കുവാൻ ഇടയാകട്ടെ. ദൈവാത്മാവേ, പരിശുദ്ധാത്മാവേ, നിന്റെ പ്രവൃത്തി ഈ മകളിൽ ഉണ്ടാകും. ചില സൗഖ്യങ്ങളിൽ വലിയ സംഭവിക്കുന്നു. ഇവരുടെ ഭവനത്തിൽ ചിലർ ഹീലാകുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ സാക്ഷിയാക്കി പരിശുദ്ധാത്മ മകളെ നിർത്തുന്നു. യേശുവിന്റെ സാക്ഷിയാക്കി പരിശുദ്ധാത്മ നിർത്തുന്നു. കർത്താവേ, ഈ മകളെ ഭയങ്കരമായൊരു മിറക്കിൾ ടെസ്റ്റ് മണിക്കാൻ നീ ഒരുക്കുന്നതിനായി നന്ദി. In the name of Jesus. ദൈവകരത്തിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ഒരു വലിയ വിടുതൽ ഈ മകളിൽ നടക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിക്കാൻ സൗഖ്യത്തിനായി ഏൽപ്പിക്കുന്നു. ഇവന്റെ ജീവിതം ഇന്ന് തിരിഞ്ഞിരിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ചില ബിസിനസ്സുകളെ, ചില സാമ്പത്തിക മേഖലകളെ കർത്താവ് തൊടുന്നതിനായി നന്ദി. ഇതിനെ കുറിച്ച് ദൈവം വലിയ പദ്ധതികൾ ഒരുക്കുകയാണ്. പാപത്തിന്റെ ബന്ധനത്തിൽ കിടക്കുന്ന ഒരു കൂട്ടത്തെ ദൈവത്തിലേക്ക് തിരിച്ചുവിടാൻ ദൈവത്തിന്റെ ഒരു പേനയായി, ദൈവത്തിന്റെ ഒരു പെണ്ണായി നിന്നെ ഉപയോഗിക്കാൻ പോവാ. ജീസസ്. ചിലത് എഴുതുന്നു. യേശുവിന്റെ നാമത്തിൽ ഒരു അത്ഭുതമാകട്ടെ കർത്താവേ. ദൈവത്തിന്റെ ആത്മാവിനെ ഒരു അത്ഭുതമാകട്ടെ, ഒരു അതിശയമാകട്ടെ. എല്ലാ ദുഃഖങ്ങളും ഉടഞ്ഞു മാറട്ടെ. കർത്താവിന്റെ ആത്മാവ് പ്രവർത്തിക്കണമേ. യേശുവിൻ നാമത്തിൽ അത്ഭുതം ചെയ്യണമേ. ഈ കാർഡുകൾ ഫില്ലപ്പ് ചെയ്തവർ അത് തിരിച്ചു കൊടുക്കണം. ഇന്ന് ആദ്യമായി ചർച്ചിൽ വന്നവർ അത്ര പേരുണ്ട്. ഫസ്റ്റ് ടൈം ആദ്യമായി ചർച്ചിൽ വന്നവർ. നിങ്ങളൊന്ന് ഫ്രണ്ടിൽ വരണം. ആ ഫാമിലി, ഒന്ന് മുന്നിലേക്ക് വരണം. പ്ലീസ് കം ഫോർവേഡ്. ഫസ്റ്റ് ടൈം ന്യൂ കമേഴ്സ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇനി ഒരു ഡെലിവറൻസ് മിനിസ്ട്രിക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് എടുക്കുകയാണ്. അത്യാവശ്യം പോകേണ്ടവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രാർത്ഥന ആവശ്യമില്ല. പ്രത്യേകിച്ച് അങ്ങനെ ഡെലിവറൻസ്